കുറേനക്കാരനോട് ക്രൂശ് എടുക്കാൻ കമാൻഡിങ് വന്നത് പട്ടാളക്കാരന്റെ വായുന്നാണെങ്കിലും കമാൻഡിങ് പോകുന്നത് അധികാരക്കാർ ഗവർണറുടെ കസേരയെന്ന. നിങ്ങൾക്ക് കേൾക്കണോ? കുറേനക്കാരെ ക്രൂശ് പോയി വട്ടം പിടിച്ചു. ക്രൂശേലെ ചോര കുറേനക്കാരനെ കയറി പിടിച്ചപ്പോൾ അവനോട് കമാൻഡ് ചെയ്ത ഗവർണറുടെ കസേര അവന്റെ മകന് വേണ്ടി എന്റെ ദൈവം മാറ്റിയിടുകയാ. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ആത്മനിറവില്ലാത്തവൻ പാസ്റ്ററാണേലും വിശ്വാസിയാണേലും കാഹളം ധ്വനിച്ചാൽ സ്വർഗത്തിൽ പോകുകയല്ല, പോകുകയല്ല, പോകുകയല്ല. ഈ ദൈവത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ദൈവത്തിന് മര്യാദയുടെ ഭാഷയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാ കാര്യത്തിലും എല്ലാവരോടും മര്യാദയുടെ ഭാഷയുണ്ട്. ഒരു സീസണിൽ ഇസ്രായേലിലെ കുഞ്ഞുങ്ങള് 400 വർഷം കാലെ പിടിച്ച് നൈൽ നദിയിലെ വെള്ളത്തിൽ ഒഴുക്കി വെച്ച് നൈൽ നദിയിലെ ചീങ്കണ്ണികൾക്ക് ആഹാരം കൊടുത്തപ്പോ ഫറവോൻ ഓർത്തില്ല അവന്റെ മോനെ പിടിക്കാൻ കൊട്ടാരത്തിൽ ദൈവം ഒരു ദിവസം കയറുമെന്ന്. ഞാൻ ദൈവമക്കളോട് പറയാ, എന്നും പോരാട്ടമല്ല. ദൈവം തിരിച്ചടിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ ഇന്ത്യയെ നോക്കി പറയാ, ദൈവം അരമുറുക്കി എഴുന്നേറ്റാൽ അവന്റെ നേരെ നിൽക്കാൻ ഒന്ന് നല്ലപോലെ ഒന്ന് കൈയടിക്കാമെങ്കിൽ ഒന്ന് കൈ അടിച്ച്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ ആഴമായി ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ 3 കാരണങ്ങൾ. ഒന്ന്, ദൈവസഭയുടെ ആരംഭം ഈ പുസ്തകത്തിൻ്റെ അകത്താണ്. ആമേൻ. 2-ാമത്തെ അധ്യായം. 2, ഇന്ന് എൻ്റെ വായിൽ സ്വർഗത്തോടെ എന്നെ കണക്ട് ചെയ്യുന്ന അന്യഭാഷ ഭാഷണം തുടങ്ങുന്നത് ഈ പുസ്തകത്തിൻ്റെ അകത്താണ്. 3, ജ്ഞാനമായവൾ തീർത്ത വീടിൻ്റെ 7 തൂണ് പോലെ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശ സ്ഥാപനം കിടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. രക്ഷിക്കപ്പെടണമെന്ന്, സ്നാനപ്പെടണമെന്ന്, ആത്മാഭിഷേകം പ്രാപിക്കണമെന്ന്, വേർപാട് പാലിക്കണമെന്ന്, അപ്പം നുറുക്കണമെന്ന്, കൂട്ടായ്മ ആചരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ പുസ്തകമാണ്. ആമേൻ. അടിസ്ഥാന ഉപദേശങ്ങൾ സ്ഥാപിച്ചത് ഈ പുസ്തകത്തിലാണ്. ഞാൻ ഒന്നുകൂടെ ഈ ഭാഗങ്ങളൊന്ന് പറഞ്ഞു വരാം. ആമേൻ. നിങ്ങൾ എന്നോട് കൂടെ വരിക. 1, ദൈവസഭയുടെ തുടക്കം സ്ഥാപനം ഈ പുസ്തകത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം. 2, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു, മനുഷ്യർ അത് തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്ന അധിപസ്വർഗത്തോട് എന്നെ കണക്ട് ചെയ്യുന്ന ഒരു സ്വർഗീയ ഭാഷ എൻ്റെ നാവിന്മേൽ കിട്ടിയത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. 3-ാമത്തത്, അടിസ്ഥാന ഉപദേശങ്ങളുടെ സ്ഥാപനം കിടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, വെറും പറമ്പിൽ കിടന്ന എനിക്ക് നിങ്ങൾക്ക് കിട്ടിയ ഏക സങ്കേതമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭയാണ്. ചേർന്ന കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൂടെ വരണം, കൂടെ വരണം, കൂടെ വന്നേ പറ്റുള്ളൂ. പഴയ നിയമത്തിലെ കൂറ്റൻ പ്രോജക്റ്റുകൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. 1, ഒരു പെട്ടകം ദൈവം പണിതു. പെട്ടകത്തിനകത്ത് ഭൂമിയിലെ എല്ലാ ജീവികളും കയറണമെങ്കിൽ ആന കയറണം, ജിറാഫ് കയറണം, എലി കയറണം, പുലി കയറണം. എല്ലാം കയറണം, എല്ലാം കയറണം. 8 മനുഷ്യർ കയറണം. ഒരു പെട്ടകം പണിതു. 3 തട്ടുകളാക്കി. നിങ്ങൾക്കതറിയാം. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പണിതത് നോഹയാണ്. ദൈവദാസന്മാരെ നോക്കി പറയാം, പെട്ടകം പണിതത് നോഹയാണ്. ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുത്തു, പക്ഷെ പെട്ടകം പണിതത് നോഹയാണ്. അടുത്തത് ആഗമന കൂടാരം പണിയണം. പണിതത് ബെസലേലും ഒഹോലിയാവുമാണ്. സ്വർഗത്തിലെ ദൈവം, കേൾക്കുന്നുണ്ടോ, ദിവ്യ ജ്ഞാനം കൊടുത്തിട്ട് അവരെ കൊണ്ട് യഹോവയുടെ ആലയം പണിയിക്കുകയാണ്. പഴയ നിയമത്തിൽ നടന്ന എല്ലാ പ്രോജക്റ്റുകളും ദൈവം തന്റെ ദാസന്മാരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ സഭ പണിയാൻ നേരത്ത് എന്റെ കർത്താവ് പറഞ്ഞത്, ഇതാരും പണിയണ്ട, ഞാൻ എന്റെ സഭയെ പണിയുമെന്ന്. ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് വായി തുറന്ന് കർത്താവിന് നന്ദി പറയുക. ഞാൻ എന്റെ ഹല്ലേലൂയ.
എന്നെ ഇന്റിമസി ആ വാക്യത്തിനകത്ത് കിടക്കുന്നത്. ഇവിടെ ആരും ഇതിനകത്തൊന്നും ചെയ്യണ്ട. അയ്യോ ഞാൻ വേണ്ട, നീ വേണ്ട, അയാൾ വേണ്ട, അവന്റെ അക്കൗണ്ട് വേണ്ട, അതവിടെ ഇരുന്നോട്ടെ, അത് വേണ്ട, ഇത് വേണ്ട. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഞാൻ പണിയാം. അതുകൊണ്ട് തന്നെ ഇത് തകർക്കാൻ ആരെയും ദൈവം സമ്മതിക്കത്തുമില്ല. ഒരു നല്ല ആമേൻ പറഞ്ഞാൽ ആമേൻ. അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുകയാണ്. ഒന്നാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 4 ഭാഗങ്ങൾ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം പരിശുദ്ധാത്മാവിനാൽ കൽപ്പന ലഭിച്ചിട്ട്. നിങ്ങൾ എന്നെ നോക്കിയിരുന്നു, ഞാൻ പറയാം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അത്യാവശ്യം ഇച്ചിരി ആ ഭാഗം കണ്ണിൽ കിടക്കുമല്ലോ. ഹല്ലേലൂയ. ഇത് മുഴുവനും കൂടെ നിങ്ങൾ ഇന്ന് വായിച്ചു തീർത്താൽ ആകെ കുഴയുമല്ലോ. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവിനാൽ. ആ പദം നിങ്ങൾ മറക്കരുത്. കൽപ്പന. 1:5 പരിശുദ്ധാത്മാവിനാൽ സ്നാനം. 1:9 പരിശുദ്ധാത്മാവിനാൽ ശക്തി. 1:16 പരിശുദ്ധാത്മാവിനാൽ പ്രവചനം. ഒന്നുകൂടെ പറയാം. 1:1 പരിശുദ്ധാത്മാവിനാൽ കൽപ്പന. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് കൽപ്പനയുടെ ആത്മാവാണ്, അതോറിറ്റിയുടെ ആത്മാവാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമോ എന്നല്ല ചോദിച്ചത്, നടക്കുക. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി അഭിഷേകത്തിൽ കൽപ്പിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുമെന്ന് വിശ്വസിക്കാൻ. ഓ ഹല്ലേലൂയ. ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് മുൻപോട്ട് വരാം. ഈ പഴയ നിയമത്തിൽ യാക്കോബ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിസങ്കീർണമായ ജീവിത വ്യഥകളുടെ അടിയാഴങ്ങളിൽ കൂടെ പോയ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വന്നവൻ, കാടിൻ്റെ അകത്ത് കല്ലെടുത്ത് തലയിൽ ചാരി വെച്ച് ഉറങ്ങേണ്ടി വന്നവൻ, ഒരു കല്യാണം കഴിക്കാൻ 20 വർഷം ചതിക്കപ്പെട്ടവൻ, ലാബാന്യ കൊലച്ചതികളുടെ മുമ്പിൽ ക്ലാവ് പിടിക്കാതെ ജീവിച്ചവൻ, ഒരു ദിവസം എല്ലാം വാരിക്കെട്ടി പുറപ്പെട്ട് യാബോക്കിന്റെ കടവിൽ വന്നു കിടന്ന് ദൈവത്തിന്റെ ദൂതനുമായി മല്ല് പിടിച്ച് ജയിച്ച് ഒറ്റ രാത്രി കൊണ്ട് പേര് മാറിയ ഒരു അസാധാരണനായ ദൈവത്തിന്റെ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സൂര്യൻ അസ്തമിക്കൊണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ അവിടെ പാർത്തുവെന്നാണ് വാക്യം. സൂര്യൻ അസ്തമിക്കൊണ്ട്. അപ്പോൾ യാക്കോബിന്റെ മുമ്പിൽ ഒരു സൂര്യൻ അസ്തമിക്കുകയാ. യാക്കോബ് ഇരുട്ടിലേക്ക് പോകുകയാ. എന്നാൽ യാക്കോബിന്റെ ഒരു കൊച്ചുമോനുണ്ട് ഈ ബൈബിളിൽ, പേര് യോശുവ. ഒരു ദിവസം അവൻ യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഇതേ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങിയപ്പോൾ യോശുവ പറഞ്ഞ വാക്ക്, സൂര്യ നീ അനങ്ങി പോകരുത്. ആരോടോ ദൈവം പ്രവചിച്ചു പറയുന്നു, പിതാക്കന്മാരുടെ കാലത്ത് അസ്തമിച്ചു പോയതിനെ ഇനി അസ്തമിക്കാൻ അനുവദിക്കാത്ത തലമുറ. അഭിഷേകം ഉള്ളവര് അഭിനയിക്കുന്നവരല്ല. അഭിഷേകം ഉള്ളവര് ഇന്ന് രാത്രി കരമടിച്ച് ഒന്ന് വായ് തുറന്ന് പിതാക്കന്മാരുടെ കാലത്ത് അസ്തമിച്ചത് വായി തുറക്കാമെങ്കിൽ തുറക്ക്. ഇന്ന് രാത്രി എന്നോട് ദൈവം പറയുന്നു, ഇന്നലകളിൽ അസ്തമിച്ചതിനെ ഇനി അസ്തമിക്കാൻ കഴിയാത്ത അധികാരം ഉപയോഗിക്കുന്ന ഹല്ലേലൂയ. എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്കറിയില്ല. 3 ലക്ഷം കോടി കിലോമീറ്ററിനപ്പുറത്ത് ഹീലിയം കത്തിയമർന്നു നിൽക്കുന്ന കോടിക്കണക്കിന് ഭൂമിയെ കെട്ടിയിട്ടാൽ കൊട്ടക്കടിയിലെ കോഴിക്കുഞ്ഞു പോലെ മാത്രം കിടക്കുന്ന അത്ര വലിപ്പമുള്ള സൂര്യനോട് ഒരു 80 കിലോ തൂക്കമുള്ള ഒരു ചെറുപ്പക്കാരൻ മണ്ണിൽ നിന്നുകൊണ്ട് ഒറ്റ കമാൻഡിങ് ആണ്. സൂര്യ നീ ഗിബയോന്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനന്തവിഹായസിൽ നിറഞ്ഞു കിടക്കുന്ന സൗരയൂഥത്തെ നിശ്ചലമാക്കാൻ യോശുവയുടെ നാവിൽ പകരുന്ന അഭിഷേകത്തിന് കഴിയുമെങ്കിൽ ഞാൻ പെന്തിക്കോസിൽ വന്ന് അഭിഷേകം പ്രാപിച്ച് ആത്മാവിനെ ചുമക്കുന്ന ദൈവമക്കൾ അറിയണം, നിന്നെ കസേരയുടെ ഇടകളയാതിരിക്കാൻ വേണ്ടി വിളിച്ചതല്ല, എന്തിനെയൊക്കെയോ നിയന്ത്രിക്കാൻ.
നിങ്ങൾ ആരാധിച്ചാലും ഇല്ലെങ്കിലും ഒരു തലമുറ ആത്മാവിൽ ബലപ്പെടും. Holy Spirit, എൻ്റെ മേൽ വ്യാപരിക്കുന്ന, ഞാൻ അതൂതുമായി വേഗം മുൻപോട്ട് വരികയാണ്, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഇത് അപേക്ഷയിൽ ഒതുങ്ങുന്നതല്ല, ഇത് അധികാരത്തിൽ കൊണ്ടു നിൽക്കുന്നതാണ്. 1:5 ആത്മാവിൽ സ്നാനം, 1:9 ആത്മാവിൽ ശക്തി, 1:16 ആത്മാവിൽ പ്രവചനം. ഞാൻ മുൻപോട്ട് വരുന്നു. 1-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒലിവുമലയുടെ നെറുകയിൽ കയറി അവിടെ നിന്ന് യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. 2 ദൂത്, ഇത് ഞാൻ പടപട പറയാം, നിങ്ങൾ ദയവായി എന്നെ നോക്കിയിരിക്കണേ പ്ലീസ്. 2 ദൂത് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുൻപോട്ട് വരാം. ഒന്നാമത്, യേശു തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ പോയിരുന്ന് പ്രാർത്ഥിച്ചത് ഒലിവുമലയുടെ മേളിലാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഉപ്പുരസമുള്ള കണ്ണുനീര് കണ്ണിൻ്റെ തടങ്ങളെ ഭേദിച്ച് ഒഴുകി ഇറങ്ങി വീണപ്പോൾ പിടിച്ചെടുത്തത് ഒലിവുമലയുടെ നെറുകയിലെ പൊടിമണ്ണാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്, ആ ഒലിവുമലയിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. ഞാനൊരു ദൂത് ദൈവമക്കളോട് പറയാം, എവിടെയാണോ നിന്റെ കണ്ണുനീർ വീണത് അവിടെ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. നല്ലപോലെ ഒന്ന് ആരാധിക്കാമെങ്കിൽ നെഞ്ചുപൊട്ടി എവിടെയാ അഭിഷേകമുള്ളവർ ആരാധിച്ചോ, അല്ലാത്തവർ ആദ്യം കാണിച്ചോണ്ട് വെറുതെ ഇരിക്കട്ടെ. ആത്മാവുള്ളവർ ആരാധിച്ചോ. ചിലതിനെ ആര് കല്ലെറിഞ്ഞാലും, ആര് ഒതുക്കാൻ നോക്കിയാലും, ആര് ഞെരുക്കാൻ നോക്കിയാലും കരഞ്ഞവന് ദൈവം ഉയർത്താൻ പോകുകയാ. ഞാൻ ഈ കണ്ണുനീരിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ ശ്രദ്ധിച്ച് കേൾക്കണേ, സീഹോന്റെ മണ്ണിലൂടെ പോകുമ്പോൾ സീഹോനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുന്തിരിക്കൊല പറിക്കില്ല, പറിച്ചാൽ കാശ് തരാം. മാതളപ്പഴം പറിക്കില്ല, പറിച്ചാൽ കാശ് തരാം. നിന്റെ അതിരൻ്റെ അകത്തുനിന്ന് പൊടിമണ്ണ് ചവിട്ടിക്കൊണ്ട് പോകത്തില്ല, മണ്ണ് തട്ടി കുടഞ്ഞു വെച്ച് പോകാം. നിങ്ങളുടെ നോട്ടം കേൾക്കുമ്പോഴേ എനിക്കറിയാം സീഹോനെ കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാമെന്ന്. എന്നിട്ട് പറഞ്ഞു, കിണറ്റിലെ വെള്ളം ഞങ്ങൾ കോരി കുടിക്കില്ല, കുടിച്ചാൽ ഞങ്ങൾ നിനക്ക് പറ കാശ് തരാം. പക്ഷേ ഈ സീഹോൻ പറഞ്ഞതെന്നറിയാമോ, എൻ്റെ ആതിരേക്കരുത്, മൂട്ടി ഞാൻ തല്ലി ഓടിക്കും. അതൊക്കെ ഞാൻ ഇച്ചിരി നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ചു. യോഗം ചെയ്ത് മുട്ട് തല്ലി ഓടിക്കും എന്നുള്ള വാക്യം തപ്പി എൻ്റെ അടുത്ത് വരരുത്. ഇല്ല, എൻ്റെ അതിരെ കയറരുത്, എൻ്റെ അതിരെ കയറാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഈ ദൈവത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്, ദൈവത്തിന് മര്യാദയുടെ ഭാഷയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാ കാര്യത്തിലും എല്ലാവരോടും മര്യാദയുടെ ഭാഷയുണ്ട്. ഒരു സീസണിൽ ഇസ്രായേലിലെ കുഞ്ഞുങ്ങള് 400 വർഷം കാലെ പിടിച്ച് നൈൽ നദിയിലെ വെള്ളത്തിൽ ഒഴുക്കി വെച്ച് നൈൽ നദിയിലെ ചീങ്കണ്ണികൾക്ക് ആഹാരം കൊടുത്തപ്പോൾ ഫറവോൻ ഓർത്തില്ല അവന്റെ മോനെ പിടിക്കാൻ കൊട്ടാരത്തിൽ ദൈവം ഒരു ദിവസം കയറുമെന്ന്. ഞാൻ ദൈവമക്കളോട് പറയാ, എന്നും പോരാട്ടമല്ല. ദൈവം തിരിച്ചടിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാൻ ഇന്ത്യയെ നോക്കി പറയാ, ദൈവം അരമുറുക്കി എഴുന്നേറ്റാൽ അവന്റെ നേരെ നിൽക്കാൻ ഒന്ന് നല്ലപോലെ ഒന്ന് കൈ അടിക്കാമെങ്കിൽ ഒന്ന് കൈ അടിച്ച് Holy Spirit of God. ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, അവന്റെ മണ്ണെ കയറ്റിയല്ലെന്നല്ലേ അവൻ പറഞ്ഞത്, വെട്ടിക്കേറിക്കോളാൻ പറഞ്ഞ്. ആന കരിമ്പത്തോട്ടത്തിൽ കയറുന്നത് പോലെ മൂർച്ചയുള്ള ഈർച്ച കൊണ്ട് ഗളമറുത്ത് കയറുകയാ. നിങ്ങൾക്കറിയാമോ ഇസ്രായേലിലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത? നമ്മുടെ നമ്മൾ യോഗത്തിന് വന്നിരിക്കുന്ന കാണുമ്പോഴേ നമുക്കറിയാം 3 കൈയടി കൂടുതൽ നമ്മൾ അടിക്കുകയില്ലെന്ന്. പിന്നെ 6 പ്രാവശ്യം അറിഞ്ഞടിച്ച ഓക്സിജൻ ലെവൽ താന്നു പോകുന്നവരാ നമ്മൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ? വലമിടമായിരങ്ങൾ ഇങ്ങനെ വരിയുണ്ട്. എന്നറിയോ ഓക്സിജൻ ലെവൽ താഴാതിരിക്കാൻ വലിക്കുന്ന വലിയ അത്. യഹൂദന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? കണ്ടാൽ വലിപ്പം തോന്നത്തില്ലെങ്കിൽ അവന്റെ അസ്ഥിക്കകത്ത് ഭയങ്കര പവറാണ്.
നിങ്ങളൊന്ന് ഏലിയാവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച്, ഞാൻ അങ്ങോട്ട് ഓടി വരാവേ, എന്നെ ആ സീഹോന്റെ മണ്ണൊന്ന് ഓർപ്പിച്ചേക്കണേച്ചാ. ഹല്ലേലൂയ. ഈ ഏലിയാവ് 850 പ്രവാചകന്മാരുടെ കഴുത്ത് വെട്ടിയെന്നാ. ഞാൻ ചോദിക്കട്ടെ, ഈ 850 പ്രവാചകന്മാർ ഇന്നാ വെട്ടിക്കോ എന്ന് പറഞ്ഞ് കഴുത്തുകൊണ്ട് വെച്ചു കൊടുക്കുവാണോ? അല്ല, ഓടിച്ചിട്ട് വെട്ടുക. നിങ്ങൾ കേട്ടില്ല, ഓടിച്ചിട്ട് വെട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു വെട്ടിന് തന്നെ ഒരാൾ മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചില നല്ല തൊലിക്കട്ടിയുള്ളവനെ 5-8 വെട്ടണം. അങ്ങനെ ഈ 850 പേരെ വെട്ടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഡാനി എത്ര വെട്ടിക്കാണ്? നിങ്ങൾ ആരെയും വെട്ടണ്ട. ഇന്ന് യോഗ കഴിഞ്ഞ് വീട്ടിൽ ചെന്നേച്ച് ചുമ്മാതെ ഒരു 850 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെച്ചേച്ചു വാ. നാളെ രാവിലെ കൈത ഇങ്ങനെ കെട്ടിയിട്ടുകൊണ്ട് വരുന്ന കാണാം. ആരെയും വെട്ടണ്ട, ചുമ്മാതെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ 850 എണ്ണത്തിന്റെ കഴുത്ത് വെട്ടി ഒരു കാളയെ തന്നെ വെട്ടി മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഈ ആത്മാവ് പ്രാപിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ യോഗത്തിന് വന്ന് ഇരിക്കുന്ന കണ്ടാൽ എനിക്ക് തന്നെ ചിന്ത, ഇത് ഏത് ആത്മാവാന്നുള്ളതാണ്. പിന്നെ പരിശുദ്ധാത്മാവിന്റെ പേര് ഡ്യുനാമീസ് എന്നാണ് ബൈബിളിൽ കിടക്കുന്നത്. ഡ്യുനാമീസ് എന്ന വാക്ക് ഡൈനമിറ്റ് എന്ന വാക്കിന്റെ അകത്ത് നിന്നുണ്ടായതാ. അത് പ്രാപിച്ചാൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ ഇനി യോഗത്തിന് വിളിച്ചില്ലേലും എനിക്കത് പ്രശ്നമല്ല. ഞാൻ കൊടസനാട് കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ആത്മനിറവില്ലാത്തവൻ പാസ്റ്ററാണേലും വിശ്വാസിയാണേലും കാഹളം ധ്വനിച്ചാൽ സ്വർഗത്തിൽ പോകുകയില്ല. ഹല്ലേലൂയ. ഒരു കാലത്തും പോകുകയില്ല. കാരണം നമ്മെ കൊണ്ടുപോകേണ്ട മേഘം ഹോളി സ്പിരിറ്റ് ആണ്. പോട്ടെ, ഈ സീഹോന്റെ മണ്ണിലേക്ക് കയറി വന്ന വഴിക്കൊന്ന് അടിച്ച് ചിലപ്പോൾ ജീവൻ പ്രാപിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പ്രാപിച്ചു നോക്കട്ടെ. ഹല്ലേലൂയ. സീഹോന്റെ മണ്ണിൽ കയറി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഇസ്രായേലിലെ പിള്ളേരുടെ പ്രത്യേകത, ഒരു പകല് മുഴുവൻ യുദ്ധം ചെയ്തേച്ച് സൂര്യനോട് അസ്തമിക്കരുന്ന് പറഞ്ഞപ്പോൾ ഒരു രാത്രിയും കൂടെ ഉദിച്ചു നിൽക്കുക. 24 മണിക്കൂർ വാള് വീശിയാലും വായിക്കൂടെ പതവരാത്ത വർഗമായി വരും. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ പറയാം, 24 മണിക്കൂർ പടക്കളത്തിൽ നിന്ന് പൊടിയടിച്ച് വെട്ടിയാലും ക്ഷീണിക്കാത്തൊരു വർഗമായി ഇവര്. കാരണം ഇവര് അബ്രഹാമിന്റെ മക്കളാ. ഇത് മന്നാ തിന്നവന്റെ പിള്ളേരാ. ഇന്നും കേരളത്തിന്റെ ഒരു ജില്ലയുടെ വലിപ്പമുള്ള ഇസ്രായേല് ലോക സാമ്രാജ്യങ്ങള് നട്ടല്ലോടെ നിന്ന് വെല്ലുവിളിക്കുന്നതിന്റെ കാരണം ഇത് യഹോവയുടെ ജനമാ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ ആ ഭാഗം ഒന്ന് പറയാം. ഇവരിങ്ങനെ വെട്ടിക്കേറി വരിക. ഇസ്രായേലിലെ പിള്ളേരല്ലേ, അവരുടെ വേഗത എന്താ, അവരുടെ ബ്രില്യൻസി എന്താ, അവരുടെ ബുദ്ധി എന്താ. നിങ്ങൾ ചുമ്മാ വീട്ടിൽ ചെന്ന് ആലോചിച്ച്, നിങ്ങൾ ഏറ്റവും വലിയ റൗഡിയെ കണ്ടിട്ടുണ്ടോ? ചിലർ കണ്ണടച്ച് ധ്യാനിക്കുന്നുണ്ട്, അവർ ഈ ദൂതിൻ്റെ ആഴത്തിലേക്ക് പോവുക. 9 കയറി വന്നാൽ മതിയായിരുന്നു. മോശ, നിങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ റൗഡിയെ കണ്ടിട്ടുണ്ടോ? വലിയ അടികാരനെ. പക്ഷെ മോശ ഒരുത്തുണ്ട് ഒറ്റ ഇടി കൊടുത്തു. നിങ്ങളൊന്ന് ഓർത്തോണേ, ഒരൊറ്റ ഇടി കൊടുത്തപ്പോൾ ആ ഇടി മേടിച്ചവൻ പകുതി മണ്ണിനടി ചെന്നു. 3 തൂമ്പ മണ്ണോടിട്ടപ്പോൾ ശവാടക്ക് കഴിഞ്ഞു. നിങ്ങൾ കേട്ടില്ല? ആ ദൂത് നിങ്ങൾക്ക് വേണേ വിശ്വസിക്കാം. ഹരിപ്പാട് വെച്ചാ മോശ ഇടിച്ചെങ്കിൽ വീണത് കണ്ടത്തിലാന്ന് പറയാമായിരുന്നു. മോശ ഇടിച്ചത് കുമരകത്ത് വെച്ചായിരുന്നെങ്കിൽ വീണത് ചെളിക്കാത്താന്ന് പറയാമായിരുന്നു. പക്ഷെ ഇടിച്ചത് കട്ടിമണ്ണുള്ള മിസ്രൈമിന്റെ മുറ്റത്ത് വെച്ച എന്ന് പറഞ്ഞാൽ ചെങ്കല്ലിനേക്കാൾ ഉറപ്പുള്ള മണ്ണിൽ വെച്ച് ഒരൊറ്റ ഇടി ഒരുത്തോട് കറ തീർന്നു കൊടുത്തപ്പോ അവൻ മണ്ണിനടി പൂന്നിറങ്ങിയെങ്കിൽ മോശയുടെ കൈയുടെ പവർ എന്നാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മോശയൊക്കെ പുതിയ നിയമ സഭ വേണമായിരുന്നു. എന്നെ ആരാധനയായിരിക്കും എൻ്റെ കർത്താവേ. ഹല്ലേലൂയ. പോട്ടെ, ഇവരിങ്ങനെ വെട്ടി അങ്ങോട്ട് കയറി ചെല്ലുക. എവിടെ? സീഹോന്റെ മണ്ണ്, സീഹോന്റെ ഏരിയ. സീഹോന്റെ മണ്ണിൽ കൂടെ വെട്ടിക്കയറി ചെല്ലുമ്പോൾ നിങ്ങൾ നോക്ക്, ഒരു ഏരിയയിൽ യഹോവയുടെ ദൂതൻ നിൽക്കുകയാ. ദൂതൻ പറഞ്ഞു, ഇതിന്റെ ഇപ്പുറത്ത് ചോര വീഴരുത്. നിങ്ങൾ കേക്ക്, ഇതിന്റെ ഇപ്പുറത്ത് വെട്ടരുത്, ചോര വീഴരുത്. ഇസ്രായേലിലെ പിള്ളേർ പറഞ്ഞു, മാറിക്കോ, വെട്ടും. യഹോവയുടെ ദൂതൻ പറഞ്ഞു, അടിച്ച് നിന്റെ ചെവിക്കന്നെ ഞാൻ പൊളിക്കും, ഇതിന്റെ ഇപ്പുറത്തോട്ട് ചോര വീഴരുത്.
ആമേൻ. പിള്ളേർ ചോദിച്ചു, ഇത് സീഹോന്റെ മണ്ണല്ലേ? ആമേ, ഈ അവനല്ലേ നമ്മളെ വെല്ലുവിളിച്ചത്? വെട്ടണ്ടേ? ദേവാസ് പറഞ്ഞത് സഹായിക്കോ? വെട്ടണ്ടേ? ദൂതൻ പറഞ്ഞു, ആമേ, ഈ ബൗണ്ടറിക്ക് ഇപ്പുറത്ത് ചോര വീഴുതെന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഓർഡറാ. അപ്പൊ പിള്ളേർ ചോദിച്ചു, അവിടെ ചോര വീണ എന്താ കുഴപ്പമെന്ന്? ദൂതൻ പറഞ്ഞു കേൾക്കണോ? എടാ, സ്ഥലത്തിന്റെ പേര് യാബോക്ക് എന്നാണ്. യാബോക്ക് സീഹോന്റെ മണ്ണാ. ശ്രദ്ധിച്ചു കേട്ടോണോ? എന്തിനാ ദൂതൻ പറഞ്ഞെന്നറിയാമോ? എന്റെ യാക്കോബിന്റെ കണ്ണുനീര് വീണെടുത്ത് ചോര വീഴാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ കരം അടിച്ചൊന്ന് ആരാധിക്കാമോ? അവൻ പ്രാർത്ഥിക്കുന്നവന്റെ ഇന്ന് രാത്രി ചോര വീഴിക്കുമെന്ന് പിശാച് ഇട്ട പദ്ധതി പരിശുദ്ധാത്മാവ് ഇപ്പോൾ പൊളിക്കുകയാണ്. അഭിഷേകമുള്ളവരെ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ച് കണ്ണുനീർ വീണെടുത്ത് ചോര വീഴാൻ അനുവദിക്കത്തില്ല. കണ്ണുനീർ കണ്ണുനീർ വീണെടുത്ത് കരയുന്ന എന്റെ പ്രിയപ്പെട്ട മാതാവേ, കരയുന്ന ദൈവദാസന്, കരയുന്ന സഹോദരോ, കണ്ണുനീർ മനസ്സ് വിട്ടുകൊടുത്തു ആരാധിച്ച് കണ്ണുനീർ വീണെടുത്ത് ചോര വീഴാൻ, കണ്ണുനീർ വീണെടുത്ത് ചോര വീഴാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെ ഇരുന്നാ യേശു കരഞ്ഞത്? അവിടെ നിന്ന് യേശു ഉയർക്കുന്നു. ദൂത് 2. ആമേൻ. ഈ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഒരു ഭാഗം കാണാം. തലയിൽ തുണിയിട്ടുകൊണ്ട് കാലിൽ ചെരുപ്പിടാതെ പഴയ നിയമത്തിലെ ഒരു ഭക്തന് ഈ പർവ്വതം കയറിയായിരുന്നു, ഒലിവുമല കയറിയായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? ദാവീദ്. എന്തിനാ? എല്ലാം പ്രശ്നമായി. ഭാര്യ, തലമുറ, ദേശം, രാജാവ്, വീട് എല്ലാം തനിക്കെതിരായി. ഒരു ദിവസം തലയിൽ തുണിയെടുത്തിട്ടുകൊണ്ട് കാലിൽ ചെരുപ്പിടാതെ ദൈവമനുഷ്യൻ ഒലിവുമലയുടെ കയറ്റം കയറുകയാ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ ബൈബിളിനകത്തെ യേശുവിൻ്റെ പിതൃസ്ഥാനി ആരാണ്? ബൈബിൾ പറയുന്നു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. ഒന്ന് കൂടെ സഹായിക്കാപ്പേ. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച്. അപ്പൊ ബൈബിളിനകത്തെ യേശുവിന്റെ പിതൃസ്ഥാനി ദാവീദാണ്. ഒന്നുകൂടെ പറയാം, ബൈബിളിനകത്ത് യേശുവിന്റെ പിതൃസ്ഥാനി ദാവീദാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രവചനം പറയാ. അപ്പനിരുന്ന് കരഞ്ഞെടുത്തുനിന്ന് തലമുറയെ ദൈവം ഉയർത്തുകയാ. അമ്മ, ഞാൻ ഒന്നുകൂടെ പറയാ, പിതാക്കന്മാരുടെ കണ്ണുനീര് വീണെടുത്തുനിന്ന് തലമുറ നശിക്കത്തില്ല. തലമുറയോ ദൈവം ഉയർത്താൻ പോകയാ. അമ്മ, അന്യഭാഷ പറഞ്ഞു ദൈവത്തെ സ്തുതിക്കാമോ? പിതാക്കന്മാരുടെ കണ്ണുനീര് വീണെടുത്തുനിന്ന് തലമുറയെ പോരാ ശക്തിയോടെ തലമുറയെ എന്റെ ദൈവം. Come on, come on, come on, come on. ഈ ദൂത് ചില വീടുകളിൽ സംഭവിക്കട്ടെ. ഈ ദൂത് ചില തലമുറകളിൽ എല്ലാം മറന്ന് ആരാധിച്ചേ. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. എണ്ണ തുപ്പുന്ന പൈൻമര ക്രൂശുമായിട്ട് ഉച്ചനിറുക മുതൽ ഉള്ളങ്കാല് വരെ ആപാത ചൂടം അടിയേറ്റ് രൂപം വിഹീനമായി ചോര വാർന്നൊഴുകി എൻ്റെ യേശു കർത്താവ് ക്രൂശുമായിട്ട് ഗാൽഗുഥായിലേക്ക് വീണ്ടും എഴുന്നേറ്റ് നടന്നു പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. 80 കുതിരയുടെ ചാട്ടവാറുകൾ ഇട്ടായിട്ട് പിന്നെ ഈയക്കട്ടി വെല്ലിൻ്റെ കഷ്ണം മുൾക്കൊളുത്തും ചൂണ്ടയുമായി മൂളിപ്പറക്കുന്ന പശജന്യമായ ചാട്ട വെള്ളത്തിൽ മുക്കി ആർത്തിയോടെ ആഞ്ഞടിക്കുമ്പോൾ യേശുവിന്റെ മുതുകത്ത് ഉഴവുചാലുകൾ നീളത്തിൽ കീറുകയാ. യേശുവിന്റെ മുതുകത്ത് ഉഴവുചാലുകൾ നീളത്തിൽ കീറുകയാൽ. യേശുവിന്റെ മുതുകത്ത് ഉഴവുചാലുകൾ നീളത്തിൽ കീറുകയാൽ. അങ്ങനെ ആപാദചൂടം തകർന്നവൻ അടിയേറ്റ് തകർന്ന എന്റെ കർത്താവ് ഗാൽഗുഥായിലേക്ക് കയറി വരുമ്പോൾ ശ്രദ്ധിക്കുക. ഗാൽഗുഥായിലേക്ക് കയറി വരുമ്പോൾ ക്രൂശടിക്കാൻ
ആമേ വയലിൽ നിന്ന് വരുന്ന ഖുറാനക്കാരനെ നിർബന്ധിക്കുകയാണ്. നിർബന്ധത്താൽ ക്രൂശ് എടുത്തു. ആമേ ജാക്സനെ അതൊക്കെ പാസ്റ്റർമാരുടെ സംഘമാണ്. അവരെയൊക്കെ അവിടുന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ട് അവരൊന്നും അവിടെ ഇരുത്താൻ പാടില്ലാത്ത ആമേ റോഷനൊക്കെ ആ ഏറിയല്ലേ. റോഷൻ എഴുന്നേറ്റ് ഇവിടെ വാടാ, നീ അവിടെ ഇരിക്കാൻ പാടില്ല, നീ എഴുന്നേറ്റ് ഇവിടെ വാ, സൈച്ചാരം കൂടെ വിളിച്ചോണ്ട് ഇവിടെ വാ, വേഗം വന്ന് കയറിക്കോ, നിയോഗമുള്ളവര് ആമേ അവരൊക്കെ അവിടെ ഇരുന്നോളുന്നു. എൻ്റെ മക്കളിഞ്ഞു പോര് രക്തത്താൽ ചെയ്യും. ഹല്ലേലൂയ. സഹിച്ചാൻ വരുന്നില്ലേ? എവിടെയാ? മതി. ഇതുണ്ട്, ഇവൻ നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട്, ഉപദേശിമാരുടെ കൂട്ടത്തിലുമുണ്ട്. ഹല്ലേലൂയ. റൈറ്റ്. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കൂടെ വരണേ, പ്രാർത്ഥിച്ചുകൊണ്ട് വരണേ. യേശു കർത്താവ് ആമേ ക്രൂശുമായിട്ട് ഇങ്ങനെ വീണും എഴുന്നേറ്റും ഗാൽഗുഥായിലേക്ക് പോകുമ്പോൾ അടിമ വസ്ത്രം ധരിച്ച ഖുറേനക്കാരനെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിക്കുകയാണ്. ക്രൂശിന്റെ പിൻഭാഗം ചുമന്ന ഞാൻ വായിച്ചത് സത്യമായിരിക്കും. അപ്പോൾ ഒരു വേദനയ്ക്കും ആമേ യേശുവിൻ്റെ മുമ്പേ നടക്കണ്ട, യേശുവിൻ്റെ പുറകെ നടന്നാൽ മതി. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? യേശു കാൽ വെക്കാത്തൊരു പ്രശ്നത്തിൽ നീ കാല് വെക്കേണ്ടി വരികയില്ല. നീ മുൻപിലല്ല, അവനാണ് എല്ലാത്തിൻ്റെയും മുൻപിൽ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ ഖുറേനക്കാരനെ ക്രൂശ് ചുമക്കാൻ നിർബന്ധിച്ചു. ഉടുപ്പെ പിടിച്ചു വലിച്ചു കാണും. റോമൻ പട്ടാളത്തിൻ്റെ അന്നത്തെ രീതികൾ നിങ്ങൾ പഠിച്ചാൽ അല്പം ഭീകരമാണ്, അല്പം ക്രൂരമാണ്. ഉടുപ്പെ പിടിച്ചു വലിച്ചു കാണും. ആ പുള്ളി കൈതൊഴുതച്ച് പറഞ്ഞു കാണും ഞാൻ പെന്തിക്കോസ് അല്ലെന്ന്. ഉടുപ്പെ പിടിച്ച് വലിച്ചു കാണും. പുള്ളി അന്നേരം പറഞ്ഞു കാണും ഞാൻ ഒരിക്കലും ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞു കാണും. ഞാൻ യെരൂശലേമിൽ യാഗം കഴിയും. ഉടുപ്പെ പിടിച്ച് ഒറ്റ വലിയാൻ വലിച്ചു കൊണ്ടും വെച്ച് പറഞ്ഞു ആമേ ആബാധയുടെ തകർന്നടിഞ്ഞ് കിടക്കുന്ന യേശു കർത്താവ് ആമേ ഒരു പൈമരത്തിന്റെ അടിയിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോ ഖുറേനക്കാരനോട് പറയുക, ആ ക്രൂശ് എടുക്ക്. ശാപത്തിന്റെ അടയാളമായ ഫിനീഷ്യരുടെ സംസ്കാരമായ ആമേ ക്രൂശ് എടുക്ക്. ഖുറേനക്കാരൻ ഓടിച്ചെന്ന് ക്രൂശിന്റെ പിൻഭാഗത്തെ താങ്ങുകയാ. എന്നോട് എൻ്റെ ചോദ്യം, ഖുറേനക്കാരാ നിന്നെ ക്രൂശിലേക്ക് വിളിച്ചതാരാ? പട്ടാളമാണോ? അല്ല. കമാൻഡിങ്ങിന് പട്ടാളത്തിന് അധികാരമില്ല. പട്ടാളത്തെ നിയോഗിക്കുന്നത് ഗവർണറാണ്. ശ്രദ്ധിക്കണം. ആമേ പട്ടാളം കളിപ്പാവയാണ്, റൂട്ട് ചെയ്യുന്നത് ഗവർണറാണ്. അങ്ങനെയാണെങ്കിൽ ഡേറിയ കുറിച്ചു വെച്ചോണം. ഖുറേനക്കാരനോട് ക്രൂശ് എടുക്കാൻ കമാൻഡിങ് വന്നത് പട്ടാളക്കാരന്റെ വായുന്നാണെങ്കിലും കമാൻഡിങ് പോകുന്നത് ആമേ അധികാരക്ക ഗവർണറുടെ കസേരയെന്ന. നിങ്ങൾക്ക് കേൾക്കണോ? ഖുറേനക്കാരെ ക്രൂശ പോയി വട്ടം പിടിച്ചു. ആമേ ക്രൂശയിലെ ചോര ഖുറേനക്കാരനെ കയറി പിടിച്ചപ്പോൾ അവനോട് കമാൻഡ് ചെയ്ത ഗവർണറുടെ കസേര അവന്റെ മകന് വേണ്ടി എന്റെ ദൈവം മാറ്റിയിടുകയാ. ഇന്നലകളിൽ അപ്പനോട് കൽപ്പിച്ച ആ അധികാരത്തിന്റെ കസേര ഇന്ന് ഇരിക്കുന്നത് ഖുറേനക്കാരന്റെ തലമുറയുടെ കയ്യിലാ. നിന്റെ അപ്പനെ ഒതുക്കാൻ നോക്കിയ, നിന്റെ കുടുംബത്തെ ഒതുക്കാൻ നോക്കിയ, നിന്റെ തലമുറയെ ഹൈജാക്ക് ചെയ്യാൻ നോക്കിയ എല്ലാ അധികാരത്തിന്റെ കസേരകളും അഭിഷേകമുള്ള നിന്റെ തലമുറയ്ക്ക് അവൻ എന്റെ ദൈവം ഇന്ന് രാത്രി മാറ്റിയിടുകയാണ്. അഭിഷേകം ഇന്ന് രാത്രി എന്തോ സംഭവിക്കുന്നു. ഒരു തലമുറ ഇന്ന് രാത്രി അഭിഷേകം സ്വീകരിക്കുകയാ. ഹല്ലേലൂയ. ആമേ എനിക്കറിയില്ല ഈ യോഗം വെറുതെ വെച്ചതല്ല. ആമേ ഏതെല്ലാം വെല്ലുവിളി പിശാച് ഉണ്ടാക്കിയാലോ ആമേ അധികാരമുള്ള ഒരു തലമുറ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോരാ. ആമേ ആമേ. ഒരു വലിയ രാജകൊട്ടാരം. രാജകൊട്ടാരത്തിലെ രാജാവ് മൂക്കറ്റം ഭക്ഷണം കഴിച്ച് ആർഭാടത്തിൻ്റെ അരങ്ങുകെട്ടിൽ കയറി കിടന്ന് ഉന്മാദത്തോടെ ഉറങ്ങിയപ്പോൾ മനസ്സിൻ്റെ കോണിക്കൂടി എവിടെയോ ആ മനുഷ്യനെ വിവശനാക്കുന്ന ഒരു സ്വപ്നം കയറി വന്നു. ആ മനുഷ്യനെ അസ്വസ്ഥനാക്കുന്ന ഒരു സ്വപ്നം കയറി വന്നു. രാവിലെ എഴുന്നേറ്റു. രാജാവ് വെട്ടുവിയർക്കാൻ തുടങ്ങി. ഒരു തരം ആമേൻ അസ്വസ്ഥത. ആമേൻ
ഒരു തരം പാനിക്ക് ആ മനുഷ്യനെ കയറി പിടിച്ചു. രാജാവ് ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? രാജാവ് അസ്വസ്ഥനായി. രാജാവ് കൊട്ടാരത്തിന്റെ മന്ത്രവാദികളെ മുഴുവൻ ആഭിചാരം കൊണ്ട് ഉദരപൂരണം നടത്തുന്ന മന്ത്രവാദ വടികളുടെ അഗ്രം കൊണ്ട് ജീവിക്കുന്ന കൊട്ടാരത്തിലെ സകല ചെപ്പടി വിദ്യക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉറങ്ങിയപ്പോ കണ്ടു, മറന്നുപോയി, പറയണ. രാജാവ് അവര് പറഞ്ഞു, സ്വപ്നം പറ, വ്യാഖ്യാനം പറയാം. രാജാവ് പറഞ്ഞു, കൊല്ലും ഞാൻ എല്ലാത്തിനെ, സ്വപ്നവും പറയണം, വ്യാഖ്യാനവും പറയണം. അവിടെ ദാനിയേൽ കയറി ചുമച്ച് പറഞ്ഞൊരു വാക്ക് ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് ദൈവം പറയുകയാ, ഇനി ഞങ്ങൾക്ക് സമയണ്ടാ. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? കേരളത്തിലെ മന്ത്രവാദിയുടെ സമയം കഴിഞ്ഞു, ആഭിചാരകന്റെ സമയം കഴിഞ്ഞു, കുടിയിരിപ്പിന്റെ സമയം കഴിഞ്ഞു, പിശാചിന്റെ സമയം കഴിഞ്ഞു. ഇനി പ്രാർത്ഥിക്കുന്നവന്റെ സീസണാണ്. ഇനി ആത്മാവിൽ ആരാധിച്ച് കയറ്, ആത്മാവിൽ ആരാധിച്ച് കയറ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പന്തളത്തെ നോക്കി പ്രവചിക്കുന്നു, കുടശനാടിനെ നോക്കി പ്രവചിക്കുന്നു. ചോര വീഴ്ത്താൻ ഒരുങ്ങിയ അന്ധകാര പിശാചേ, നിന്റെ സീസൺ കഴിഞ്ഞു, നിന്റെ ടൈം കഴിഞ്ഞു. അവൻ ഈസ് ദ ടൈം ഓഫ് ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അഭിഷേകത്തോടെ പറയാൻ പറ്റും, ആമേ, മന്ത്രവാദിയുടെ സീസൺ കഴിഞ്ഞു? കമോൺ, ആമേ, കമോൺ, ഹല്ലേലൂയ. ആഭിചാരകന്റെ സീസൺ കഴിഞ്ഞു, മന്ത്രവാദിയുടെ സീസൺ കഴിഞ്ഞു, ചെപ്പടിക്കാരുടെ സീസൺ കഴിഞ്ഞു, ജഡികന്റെ സീസൺ കഴിഞ്ഞു, പ്രാകൃതന്റെ സീസൺ കഴിഞ്ഞു, ദ്രവ്യാഗ്രഹിയുടെ സീസൺ കഴിഞ്ഞു. ഇത് കൈകോർക്കുന്നവന്റെ സീസണാണ്, ഇത് പ്രാർത്ഥിക്കുന്നവന്റെ സീസണാണ്, ഇത് യോഗത്തിന്റെ മുഖഛായ മാറുകയാണ്. പിശാചിന്റെ സീസൺ കഴിഞ്ഞു, കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ സമയമാണ്. ഒന്നുകൂടെ പറയാം, ഇനി ഞങ്ങളുടെ സമയമാണ്. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നല്ല ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. എനിക്ക് 100% ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും. ആമേ, പൈശാചിക സീസണുകൾ കഴിഞ്ഞു. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ആമേ, പുതിയ നിയമത്തിൽ 2 ടൈം സോണുകളുണ്ട്. ഒന്ന് ക്രോണോസ് എന്ന് നമ്മൾ പറയുന്ന, 2 കെയ്റോസ് എന്ന് നമ്മൾ പറയുന്ന 2 ടൈം സോണുകളുണ്ട്. ആമേ, ഇത് ഒത്തിരി വിശദീകരണ വിഷയമാണ്. എങ്കിലും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഈ ക്രോണോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രത്യേകത എന്നറിയാമോ? അതൊരു സീസണാണ്. ഓണക്കാലം തിങ്കളാഴ്ചയാണോ? അല്ല. ചൊവ്വാഴ്ചയാണോ? അല്ല. ബുധനാണോ? അല്ല. എന്നെങ്കിലും ഒന്ന് പറ. ഓണക്കാലം ഒരു ദിവസമാണോ? ക്രിസ്മസ് കാലം ഒരു ദിവസമാണോ? അല്ല, അതൊരു സീസണാണ്. മഴക്കാലം ഒരു ദിവസമാണോ? ഒരു ദിവസമല്ല. വേനൽക്കാലം ഒരു. ഇത് ക്രോണോസ് എന്ന് പറഞ്ഞാൽ അതൊരു സീസണാണ്, അതൊരു ഏരിയയാണ്, ടൈം മൊത്തം. എന്നാൽ ഈ കെയ്റോസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ റോക്കറ്റ് ഇങ്ങനെ മേളിലോട്ടിരിക്കുമ്പോൾ അവിടെ ഒരു കൗണ്ട് ഡൗൺ ഉണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ ചോദിക്കും, ചേട്ടാ ഇതെപ്പോഴാണ് മേളിലോട്ട് പോകുന്നത്? ഉച്ച കഴിഞ്ഞ് സമയം കിട്ടുവാണെങ്കിൽ പൊക്കണം എന്നോർത്തായിരിക്കുന്നത്. അങ്ങനെ പറയുമോ? നോ. 3 മണി കഴിഞ്ഞ് 34 സെക്കൻഡ് ടിങ്. അത് ഷാർപ്പ് ചെയ്തൊരു ടൈമാണ്. ദൈവാത്മാവിൽ ഞാനൊരു ദൂത് പറയാം, നമ്മൾ ക്രോണോസിലല്ല, നമ്മൾ ദൈവത്തിന്റെ കെയ്റോസിലാണ്. ഏതൊക്കെയോ വിടുതലുകൾ ദൈവം ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരാൾക്കും ഒരാൾക്കും തൊടാൻ കഴിയാതെ, ഒരു പിശാചിനും തൊടാൻ കഴിയാതെ, ഒരന്ധകാര ഇരുട്ടിന്റെ ആഭിചാര മണ്ഡലങ്ങൾക്ക് തൊടാൻ കഴിയാതെ ദൈവത്താൽ ഷാർപ്പ് ചെയ്യപ്പെട്ട ഹല്ലേലൂയ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, എവിടെ നിന്റെ കണ്ണുനീർ വീണു അവിടെ നിന്നെ ഉയർത്തപ്പെടും. നീ ഉയർത്തു, യേശു ഉയർക്കുകയാ. 2, അപ്പൻ എവിടെ ഇരുന്നാ കരഞ്ഞത് അവിടെ നിന്ന് തലമുറ ഉയർത്തപ്പെടുകയാണ്.
മുൻപോട്ട് വരുന്നു. ആമേ മലയടിവാരത്തിലേക്ക് ഇറങ്ങുന്നു. 120 പേരടങ്ങുന്ന ഒരു സംഘം കയറി വന്നത് മാളിക മുറിയിലാണ്. അവിടെ അവർ കയറിയിരുന്നു. മത്തിയാസിന്റെ തിരഞ്ഞെടുപ്പ് ചീട്ടിടിയിൽ. ആമേൻ. പിന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച നേരം പോകുന്നത് കൊണ്ട് എനിക്ക് വെപ്രാളം വരുന്നത്. 2-ാം അധ്യായം കഴിയുന്നു. ആമേ 1-ാം അധ്യായം കഴിയുന്നു. അധ്യായം 2-ലേക്ക് കയറി. ഇങ്ങനെയാ തുടങ്ങുന്നത്. പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. നിങ്ങൾ നോക്ക്, ദൈവത്തിന്റെ 2 ഹെവൻലി പ്രോജക്റ്റുകൾ. ഒന്ന് ഏദൻ തോട്ടത്തിലെ ആദാം, 2 അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ സഭ. ഒന്നുകൂടെ പറയാ, 1 ഏദനിലെ ആദാം, 2 ആമേൻ അപ്പോസ്തലപ്രവൃത്തിയിലെ ദൈവത്തിന്റെ സഭ. 1-ാമത്തെ ദൈവത്തിന്റെ പ്രോജക്റ്റിനെ ചതിച്ചു സർപ്പം ഹവ്വയെ. നിങ്ങൾ കേൾക്കുന്നില്ല? ഉപായത്താൽ ചതിച്ചതുപോലെ. എന്താ അവിടെ സംഭവിച്ചത്? ഹവ്വയുടെ കണ്ണ് സാത്താന്റെ കയ്യിലായി. ഹവ്വയുടെ ചെവി സാത്താന് വേണ്ടി ട്യൂൺ ചെയ്തു. ഹവ്വയുടെ ഹൃദയം സാത്താന്റെ ചിന്തകൾക്ക് വിട്ടുകൊടുത്തു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഹോളി സ്പിരിറ്റിന് വേണ്ടി ഒരു തലമുറ ട്യൂൺ ചെയ്യാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. ആമേൻ. ഹോളി സ്പിരിറ്റിലേക്ക്, അഭിഷേകത്തിലേക്ക് കണ്ണിനെ ട്യൂൺ ചെയ്യുന്ന ഒരു തലമുറ. അഭിഷേകത്തിലേക്ക് ചിന്ത. അഭിഷേകത്തിലേക്ക് ആമേൻ തങ്ങളെ ഹല്ലേലൂയ. ഒരു തലമുറ ഇങ്ങനെ ആത്മാവിൽ നിൽക്കുകയാണ്. അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ വായിച്ച വാക്യം അപ്പോസ്തലപ്രവൃത്തി 8-ൽ കിടക്കുക. അവിടം വരെ ഓടിയെത്താനുള്ള തത്രപ്പാടിലാണ്. ആമേൻ. ആമേൻ പെന്തക്കോസ്ത് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഏദനിൽ ചെതറി മാളികമുറിയിൽ ഒരുമിച്ച് കൂടി. ദൈവസഭയ്ക്ക് അനിവാര്യമായി വേണ്ടത് ഐക്യതയാണ്. നല്ലൊരാമേൻ പറഞ്ഞാട്ടെ. ജനം ഒരു മനസ്സോടെ നിന്നില്ലെങ്കിൽ അപ്പം ഒന്നാകെ കൊണ്ട് ഭഗവര അസൂയ, കുശുമ്പ്, പരദൂഷണം, വേണ്ടാത്ത വൃത്തികേടുകൾ, ചിന്തകൾ, വിഭാഗീയത, ഇത് വെച്ചോണ്ട് പറയുന്ന ഒരന്യഭാഷയും സ്വർഗത്തിൽ ചെല്ലത്തില്ല, നിത്യതയിൽ ചെല്ലത്തില്ല. ദൈവത്തിന്റെ സഭയ്ക്ക് അനിവാര്യമായി വേണ്ടത് ഐക്യത, ഒരൊറ്റ മനസ്സ്. ഹല്ലേലൂയ. അവരെല്ലാവരും ഒരു സ്ഥലത്ത്, ബാക്കി പറ കൂടുക, ഒരുമിച്ച് കൂടിരുന്നു. ബാക്കി അടുത്ത വിശദീകരിക്കുക. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് ആക്റ്റീവ് ആയപ്പോൾ ഒരു വാക്ക് കയറി വന്നു. പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് സഡൻലി, ഇൻസ്റ്റന്റ് ആയി, പെട്ടെന്ന്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഏതെങ്കിലും ഒരു ക്ലൈമറ്റിൽ ഹോളി സ്പിരിറ്റ് ആക്റ്റീവ് ആയാൽ അവിടുത്തെ പ്രോജക്റ്റുകളെല്ലാം വേഗതയിലാകും. 7 വർഷം കൊണ്ട് കായ്ക്കേണ്ട ബദാം 7 മണിക്കൂർ കൊണ്ട് കായ്ക്കും. 6 മാസം കൊണ്ടുണ്ടാകേണ്ട വീഞ്ഞ് 6 മിനിറ്റ് കൊണ്ട് ഉണ്ടായി വരും. ഇത് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയോ ലൈഫിൽ പെട്ടെന്ന് ദൈവം ചിലത് ചെയ്യാൻ പോകുകയാ. ഒരു പക്ഷേ ഇന്ന് രാത്രി ഉറങ്ങി തീരുന്നത്. Come on, somebody shout. Oh! നിന്റെ തലമുറയുടെ വിഷയം അനന്തമായി നീളത്തില്ല. നിന്റെ കടഭാരം അനന്തമായി നീളത്തില്ല. നിന്റെ വീടിന്റെ വിഷയം അനന്തമായി നീളത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇവിടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ആ വിഷയത്തിന്റെ മേൽ വേഗതയായി വെളിപ്പെടുകയാ. ഓ, പെട്ടെന്ന് കൂടെ വരണം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അടുത്തത്, അവരിരുന്ന വീട്, എല്ലാം വിശദീകരിക്കാൻ നേരമില്ല, അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. പെട്ടെന്ന് അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഞാൻ അവിടെ മാത്രം ഒരു 2 മിനിറ്റ് കൊണ്ടൊന്ന് തൊടാം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. എൻ്റെ റോഷനെ ഞാൻ ആവോളം പ്രാർത്ഥിച്ചു നോക്കി, എന്നതാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇവിടെ ഫ്ലൂട്ട് ഊതുന്നയാളെ നല്ല ഒത്തിരി സന്തോഷം തന്നെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ? ഡാനി ആദ്യമായിട്ടല്ലേ? നീ ചുമ്മാ തല ഒലിക്കിയതല്ലേ? ഹല്ലേലൂയ. വെരി ഗുഡ്. പെട്ടെന്ന് ആകാശത്തുനിന്നൊരു മുഴക്കം ഉണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. ഒരു കുമരക്കാരൻ്റെ പൊട്ടത്തരം വെച്ചേച്ച് ഞാൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, ദൈവമേ, സ്വർഗത്തിൽ നല്ല നാക്കില്ലായിരുന്നോ ഈ പിളർന്നത് തന്നെ അയക്കാൻ? ചുമ്മാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 2 വർഷം ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവ് 2 വർഷം കൂടി ഭാര്യ മക്കളെ കാണാൻ നാട്ടിലേക്ക് വരുമ്പോൾ കീറിയ സാരിയും കൊണ്ട് വന്ന് അയാൾ 12 സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങേണ്ടി വരികയല്ലേ?
ഹല്ലേലൂയ. എത്ര ഭീകരമാണ് അവിടെ. അങ്ങനെയല്ലേ? അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ. അഗ്നിജ്വാല പോലെ നിങ്ങൾ മിണ്ടുന്നില്ല കർത്താവേ. ഇതിന്ന് രാവിലെ ഞാൻ കുമരകത്ത് നിന്ന് എഴുതിക്കൊണ്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഞാൻ ചോദിക്കുന്നു, ഹോളി സ്പിരിറ്റ് അങ്ങെന്തിനാണ് ഇങ്ങനെ പോയത്? മറുപടി, കിഴക്കേതനിൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രോജക്റ്റ് തകർത്തത് പാമ്പിൻ്റെ നാക്കാണ്. ഓർക്കുന്നുണ്ടോ? ഹൗവയോട് ചോദിച്ചില്ലേ, വാസ്തവമായിട്ട് തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് തിന്നാൻ നീ ദൈവത്തെ പോലെ ആകും എന്നൊക്കെ പറഞ്ഞു വെച്ച് അവളെ തകർത്ത് തോർക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത്തെ തലമുറയെ മുടിച്ചത് പാമ്പിൻ്റെ നാക്കാണ്. പാമ്പിൻ്റെ നാവ് പിളർന്നതാ. നിങ്ങൾക്കറിയാമല്ലോ, പാമ്പിൻ്റെ നാവ് പിളർന്നതാ. പിളർന്ന നാവ് കൊണ്ട് ഒരു ജനത്തെ തകർത്താൽ, ഒരു ജനത്തെ അനുഗ്രഹിക്കാനുള്ള പിളർന്ന നാവ് സ്വർഗത്തിലിരിക്കുകയാണ്. എനിക്കറിയില്ല, ഒരു വാക്ക് ദൈവാത്മാവിന്റെ വായി കൊണ്ടു തരികയാണ്. പിശാചിട്ടെ അതേ പാറ്റേണിൽ അഭിഷേകം തിരിച്ചടിക്കാൻ പോകുകയാണ്. ശക്തിയോടെ അന്യഭാഷ പറഞ്ഞാട്ടെ, പിശാചിട്ട അതേ പാറ്റേണിൽ അങ്ങനെ തന്നെ പിശാചിട്ട ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആരാധിച്ചാട്ടെ. പിശാചിട്ട അതേ പാറ്റേണിൽ എന്റെ ദൈവത്തിന്റെ ഇത് സാധാരണ രാത്രിയല്ല. പിശാചിട്ട രണ്ട് തെളിവ് പറയുമ്പോൾ ആണി പോലെ ആ ദൂത് നിങ്ങളുടെ അകത്തുറയ്ക്കും. ഒന്ന്, യോസഫിനെ നശിപ്പിച്ചതൊരു സ്വപ്നമാണ്. ഏതാ സ്വപ്നം? സൂര്യനും ചന്ദ്രനും. ഏതാ സ്വപ്നം? 11 കറ്റകൾ. കണ്ടില്ലേ? യോസഫ് കുഴിക്കകത്ത് വീഴാൻ കാരണം ആ സ്വപ്നം. വിൽക്കപ്പെടാൻ കാര്യം ആ സ്വപ്നം. മിണ്ടുന്നില്ലല്ലോ അപ്പാ. യോസഫ് തകർക്കപ്പെടാൻ കാര്യം ആ സ്വപ്നം. അന്നേ ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, ഇവനെ ഞാൻ മന്ത്രിയാക്കുന്നത് വേറൊരു സ്വപ്നം കൊണ്ടായിരിക്കും. സ്വപ്നം കൊണ്ട് തകർന്നവനെ സ്വപ്നം കൊണ്ട് ഉയർത്തുന്ന ദൈവം. ഓ ഹല്ലേലൂയ. സ്വപ്നം കൊണ്ട് മുടിഞ്ഞവനെ സ്വപ്നം കൊണ്ട് പണിയുന്ന ആ പാറ്റേൺ ഇന്ന് രാത്രി സ്വർഗം എലൗ ചെയ്യുകയാണ്. എവിടെയോ ഏത് മോഡലാണോ നിന്നെ തകർത്തത്, അതേ മോഡലിൽ ദൈവം നിന്നെ പണിയാൻ പോയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോട്ടെ, ആ ഭാഗം വിട്ടേ പറ്റത്തുള്ളൂ. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നുള്ള വാക്ക്. ആ വാക്ക് ബൈബിളിൽ 2 ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, ദാവീദ് ഒരു കല്ല് വെച്ച് ഒറ്റ എറിഞ്ഞു, കല്ല് ഗോലിയാത്തിന്റെ നെറ്റിയിൽ പതിഞ്ഞു. പതിഞ്ഞു എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം പറഞ്ഞു പോരാത്ത അവസ്ഥ. കേട്ടില്ല? പറഞ്ഞു പോരാതെ അകത്ത് കയറി പോവുക, അതാ പതിയുക എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോസ്തലപ്രവൃത്തി 2 പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പതിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും പറിക്കാൻ മേലാത്തതുപോലെ. കമോൺ, ഒന്ന് കൈ അടിച്ച് ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ. ആമേൻ. ഹോളി സ്പിരിറ്റ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. എനിക്ക് മുൻപോട്ട് പോകുന്നേ പറ്റത്തുള്ളൂ. 2-ാം അധ്യായത്തിൽ ഒരു വാക്യം, ഓരോ ഭാഗം ഇങ്ങനെ തൊട്ടാണ്. അവിടെ എങ്ങും പിടിച്ചു കിടന്നാൽ നേരം പോകുന്നതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റുന്നൊരു വാക്യമുണ്ട്. ഒന്ന് ചേർന്ന് പറയാമോ? പത്രോസ്, പറഞ്ഞ മക്കളെ, 11 പേരോടുകൂടെ എഴുന്നേറ്റു. ആ വാക്കിന് എൻ്റെ ഉള്ളിൽ പ്രസക്തി ഉണ്ടായത്, ഞാൻ സുവിശേഷത്തിൽ വേറൊരു വാക്യം കണ്ടു. മഹാപുരോഹിതൻ്റെ വീടിന് മുറ്റത്ത് തീ കൂട്ടി ആളുകൾ തണുപ്പത്ത് തീ കായുമ്പോൾ പത്രോസ് അവരുടെ നടുക്ക് പോയി ഇരുന്നേച്ചാണ് പിരാകിയത്. ഇച്ചൂടെ കയറ്റി പറയട്ടെ, ഒരു തീയുടെ നടുക്ക് പത്രോസ് പോയി ഇരുന്നേച്ചാ പ്രാഗിയത്. ഞാൻ നിങ്ങളോട് പറയുന്നു, എത്ര വലിയ ഭക്തനാണെങ്കിലും ഇരിക്കുന്ന ഒരു സീസൺ ഉണ്ട്. പക്ഷെ നിയോഗമുള്ളവൻ ആ ഇരിപ്പോടുകൂടെ നശിക്കത്തില്ല. അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു വാക്കൂടെ കയറ്റി പറയാം. മഹാപുരോഹിതന്റെ മുറ്റത്തെ തീയ് പത്രോസിനെ ഇരുത്തിയെങ്കിൽ എഴുന്നേൽപ്പിക്കാനുള്ള തീ ദൈവത്തിന്റെ കയ്യിലുണ്ട്. അത് ഈ ദിവസങ്ങൾ ഒരു കൂട്ടത്തിന്റെ മേൽ വീഴാൻ പോകുകയാണ്. ഇരുത്തിക്കളഞ്ഞെടുത്ത് പാട്ട് വേണ്ട, പ്രാർത്ഥന വേണ്ട, ആരാധന വേണ്ട. ഈ നമ്മുടെ പൊതുവെ ഉള്ളൊരു സ്വഭാവം എന്താണെന്നറിയോ? ആരെങ്കിലും എന്തെങ്കിലും ഈ എഗെയിൻസ്റ്റ് സ്പിരിറ്റുകൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോജക്റ്റുകൾ എടുത്ത് അറബിക്കടലിൽ കളയും. ഇതൊക്കെ ആരോട് പറയാൻ?
ആരെങ്കിലും എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അന്നേരം നമ്മൾ പെട്ടെന്ന് നമ്മുടെ കിട്ടിയ ഹെവൻലി പ്രോജക്റ്റുകളെ എടുത്ത് അറബിക്കടലിൽ കൊണ്ട് വേണ്ട, ആരെയും മറ്റുള്ളവർ അസ്വസ്ഥമാകണ്ട. അല്ലെ പിശാച്, ഞാൻ ദൈവമക്കോട് പറയുന്നു, പിശാചിനെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഒരു ദൈവിക പദ്ധതി നടക്കുകയില്ല. ഹല്ലേലൂയ. ഇച്ചിരൂടെ ഉണങ്ങി ഹല്ലേലൂയ ഉണ്ടോ ഒരെണ്ണം കൂടെ പറയാൻ. പിശാചിനെ സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ഈ ദേശത്തെ പിശാചിനെ ഇറിറ്റേറ്റ് ചെയ്യണ്ടേ? അയാളുടെ തോളെ കൈയിട്ട് ഉമ്മയും കൊടുത്ത് സുവിശേഷ വേല നടക്കുകയില്ല. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ 276 പേര് മെലീത്തായി ചെന്നപ്പോൾ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാവോ ദൈവമക്കളെ, 276 പേര് മെലീത്തായി ചെന്നപ്പോൾ ഈ പൗലൂസിനെ തന്നെ എന്തുകൊണ്ടാണ് പാമ്പ് കടിച്ചതെന്ന്. ഈ നമ്മുടെ പൗലൂസുമാരുടെ ചിന്ത എന്നാണെന്നറിയോ? 276 പേര് കപ്പലുള്ളതുകൊണ്ട് ഒരു നീതിമാനും 275 അഭക്തർ. അപ്പോൾ പാമ്പ് കടിക്കുന്നെങ്കിൽ അവനെ കടിക്കും, പാമ്പ് കടിക്കുന്നെങ്കിൽ അവനെ കടിക്കും. എന്നെ പാമ്പ് എന്ത് ചെയ്യത്തില്ല, കടിക്കത്തില്ല. പക്ഷെ പാമ്പിനോട് ചോദിച്ചപ്പോഴാണ് പാമ്പ് പറഞ്ഞത്, ഞാൻ പൗലൂസിനെ മാത്രമാണ് നോക്കിയിരിക്കുന്നത്, ബാക്കി 275 ഞങ്ങൾ വർഷങ്ങളായിട്ട് കൂട്ടാ. നിങ്ങൾ കേട്ടില്ലേ? ഞാനൊരു ഒരു പണ്ടത്തെ ഒരു കഥ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിശ്ചല ദൃശ്യം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നോ? ഹല്ലേലൂയ. അപ്പം ഒരപ്പൻ തൻ്റെ മകനെ സാത്താനായിട്ട് ഒരുക്കി. വെളിപ്പാടുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേത് നാട്ടുകാരൻ്റെ അപ്പേ? മകനെ സാത്താനായിട്ട് ഒരുക്കി, ദേഹത്തെല്ലാം ഇങ്ങനെ ഓയിലും ഒക്കെ വാരി തേച്ച്, മുഖം ഇവിടെ എല്ലാം ചോപ്പിച്ച്, ഒരു കൊമ്പ് പോലത്തെ ഇതും വെച്ച്, തലയിലൊരിതൊക്കെ വെച്ച് സാത്താനായിട്ട് ഒരുക്കി വെച്ച്. പുള്ളിക്കൊരു ചേതക്കിൻ്റെ പഴയ സ്കൂട്ടറുണ്ട്, ഇങ്ങനെ ചായച്ചടിച്ച് ഓണാക്കുന്നൊരു സാധനം. ആ സ്കൂട്ടറിന് പുറകിൽ സാത്താനായിട്ട് ഒരുക്കിയ മകനെയും വെച്ചുകൊണ്ട് നേരെ സ്റ്റേജിലോട്ട് പോയ വഴിക്ക് രംഗബോധമില്ലാത്തൊരു മഴ. അപ്പോൾ സാത്താൻ്റെ പെയിൻറ്റ് പോകാതിരിക്കാൻ വേണ്ടി റോട്ടിൽ നിർത്തിയേച്ച് അപ്പം പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഓടിക്കയറടാന്ന് പറഞ്ഞ് അവൻ ഓടിക്കയറിയത് ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ചർച്ചിനകത്തോട്ട്. ഒന്നോർത്ത് വയ്ക്കുക, ആത്മാവിൽ ആരാധന വെളിപ്പെട്ടപ്പോൾ ചർച്ചിനകത്ത് ഭൂതം വന്ന് കയറി. എൻ്റെ പൊന്ന് പാസ്റ്ററെ, തറയിളക്കി തുള്ളിയവരെല്ലാം പ്രാണനും കൊണ്ട് ഓടി. ഉപദേശി ആദ്യം വിട്ടു. പിന്നെ എല്ലാവരും ഓടിയപ്പോഴും ഒരു അമ്മച്ചി അവിടെ അങ്ങനെ ഇരിക്കുക, ഒരു പേടിയില്ലാതെ എന്നാ നമ്മൾ ഓർത്തത്. പക്ഷേ അമ്മച്ചി കാല് മരച്ചിട്ട് എഴുന്നേക്കാൻ മേലാതിരിക്കുക. സാത്താൻ അമ്മച്ചിയുടെ അടുത്തെടുത്തുമ്പോൾ അമ്മച്ചി സാത്താനോട് പറഞ്ഞ, അത്തേ സാത്താനെ, ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നതേ ഉള്ളൂ, ഞാൻ നിൻ്റെ സൈഡാണെന്ന് നിനക്കറിയാമല്ലോ. അപ്പം പലരും വരുന്നതേ ഉള്ളൂ. നിങ്ങൾ കേട്ടില്ല? പലരും വരുന്നതേ ഉള്ളൂ. ആരുടെ സൈഡാന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ. യോഗം കഴിഞ്ഞ് ശിഷ്യന്മാർ ചോദിച്ച പോലെ ഞാനാണോ ആ ആളെന്ന് ചോദിക്കരുത്, അത് അവനോൻ തന്നെ ജഡ്ജ് ചെയ്യുന്ന നല്ലത്. നമ്മൾ തന്നെ ഞാനാന്ന് പറഞ്ഞാൽ മുറിവെക്കുകയില്ല, പക്ഷെ അപ്പുറത്തിരിക്കുന്ന വേവിച്ചാൻ പറഞ്ഞാൽ വേദനയാകും. അതുകൊണ്ട് സ്വന്തമായിട്ട് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഭീകര! സാത്താൻ്റെ കൈകളിലാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയവും നമ്മുടെ രൂപവും നമ്മുടെ മനസ്സും എല്ലാം കയറ്റിയങ്ങ് ലോക്ക് ചെയ്തിട്ടിരിക്കുകയല്ലേ. പോട്ടെ, ഞാനൊരു ജനറേഷൻ എഴുന്നേറ്റ് വരുമ്പോൾ നോക്കാനാണ് ഞാൻ ഇന്ന് രാത്രി എത്തോണം. എനിക്ക് നല്ലപോലെ വയ്യാഴികയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ക്ഷീണിച്ചൊന്ന് ഇരിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോടാ, ദൂതിൻ്റെ വളരെ ഗൗരവമുള്ള ഭാഗത്തേക്ക് ഞാൻ കയറി വരികയാണ്. ആമേൻ. ഈ ഒരു തലമുറ ആത്മാവിൽ എഴുന്നേൽക്കുന്നു. പത്രോസ് എഴുന്നേറ്റെന്ന് ദൈവവചനം പറയുന്നു. ആമേൻ. ജനം ദൈവത്താൽ പിടിക്കപ്പെടുന്നത് ചെറിയ കാര്യമാണ് പാസ്റ്ററെ. 3 ഡിസ്ട്രിക്റ്റിനുള്ള ആൾ ഒറ്റ പ്രസംഗത്തിൽ അകത്ത് കയറുക. നമ്മൾ തലയും കുത്തി എന്ന് ചോദിക്കുക, ഇനി ആരുണ്ടെന്ന്? ഇനി ആരും ഇല്ലെന്ന്. പിന്നെ നമ്മൾ ചോദിക്കുക, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരും പറ ഇല്ല. പിന്നെയും ചോദിക്കുക, ഇനി സംഘാടകരൊക്കെ അസ്വസ്ഥമാകാൻ കാര്യം 3.25 ലക്ഷം രൂപ മുടക്കി കൺവെൻഷൻ നടത്തിയിട്ട് ഇനി ആരും ഇല്ലേ എന്ന് പറഞ്ഞൊരു നോട്ടമുണ്ട്. ഇനി ആരും ഇല്ലേ, ഇനി ആരും ഇല്ലേ? പത്രോസ് ഒന്നും ചെയ്യണ്ട. ആമേ. 3000 പേര് സഭയ്ക്കകത്തോട്ട് ഇടിച്ചു കയറുക. ഞാൻ 2-ാം അധ്യായം മനഃപൂർവ്വമായിട്ടങ്ങ് വിടുക. ഇനി അവിടെ നിന്നാൽ എനിക്ക് നേരം പോകും. ആ അധ്യായം 2 ആത്മാവ് ചർച്ചിലിറങ്ങി. അധ്യായം 3 ആമേ മക്കളെ കേട്ടോണം, ചർച്ചിലിറങ്ങിയത് റോട്ടിലിറങ്ങി. നിങ്ങൾ കേട്ടില്ലല്ലേ എൻ്റെ കർത്താവ്? ചർച്ചിലിറങ്ങിയത് കമോൺ റോട്ടിലിറങ്ങി. ഈ കുഞ്ഞുങ്ങൾ ഡാനി എത്ര നന്നായിട്ടാണ് വർഷിപ്പ് ചെയ്ത്. എന്തൊരു പ്രസൻസാണ് റിയലി. എനിക്ക് തീർത്തും വയ്യാത്തോണ്ടില്ല, ഞാൻ എഴുന്നേറ്റ് ചാടിയേനെ. ഹല്ലേലൂയ. ഇവനാണെങ്കിൽ ഓരോ ദിവസം ഓരോ സാധനം കൊണ്ടാവും വരുന്നത്. ഞാൻ ആദ്യം അവനെ കണ്ടത്, ഞാൻ ഇത്ര ഉള്ളപ്പോൾ കണ്ടതാണ്. അന്ന് അവൻ പാട്ടുകാരനായിരുന്നു. പിന്നെ അവൻ ഈ കമ്പിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അവിടെ ചെന്നപ്പോൾ അവൻ ഇതേ കിടന്നുകൊണ്ട് മറിയുന്ന കണ്ട്. ഇനി വേറെ വല്ലതും അറിയാമോ നിനക്ക്?
ഹല്ലേലൂയ. അയ്യോടാ തിമോത്തി കണ്ട രണ്ട് ചേട്ടനും അനിയനെ പോലെ ഇരിക്കും. കറക്റ്റ് അവിടെ ഇരുന്നോട്ടെ. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ നേർത്ത് നയിക്കേ. ആമേൻ. ഈ നമുക്ക് ഒരു മിനിസ്ട്രിക്ക് ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ നമ്മൾ, ശരിയല്ലേ? ആമേൻ. ഏതെങ്കിലും ഒരു കോഡ് നമ്മുടെ പുറകെ വരണം. ആമേൻ. ഒരു ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ, ബേസ് ഗിറ്റാർ നല്ല രസം മൂള് നിൽക്കും, അറിയാതെ നമ്മൾ അത്ഭുതം ചെയ്തു പോകും. റൈറ്റ്. നമുക്ക് ആംബിയൻസ് വേണം. പക്ഷെ പത്രോസിന്റെ പ്രശ്നം എന്നറിയാമോ? ആമേ റോട്ടിൽ നിന്ന് ഈ സാധനം ഓപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ പുള്ളിയുടെ അകം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക പ്രസൻസ്. ഓ, നിങ്ങൾ എന്നോട് കൂടെ ഇല്ല. ഹല്ലേലൂയ. ഈ മനുഷ്യൻ റോട്ടിൽ, നമ്മൾ ചർച്ചിന്റെ പുൾപിറ്റെ പോലും ചെയ്യാൻ പറ്റാത്തത് ഈ പുള്ളി റോട്ടിൽ നിന്ന് വെള്ളിയും മുന്നും എനിക്കില്ല, അവിടുന്ന് ചാടിയവന് എഴുന്നേറ്റ് വിടുക ഭാഗം. ആമേൻ. 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ 2 പേരുടെ ശവടക്കൻ്റെ കാരണം എന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവിനോട് ഉഴപ്പുണ്ടാക്കിയതാ. അതാ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കുഴപ്പം. കറണ്ടിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? മിക്സി കുത്തിയാൽ കറിക്ക് അരച്ച് തരും. ആമേ. ഫ്രിഡ്ജ് കുത്തിയാൽ ഭക്ഷണം തണുപ്പിച്ച് തരും. ഫാൻ ഇട്ടാൽ കാറ്റ് തരും. AC ഇട്ടാൽ തണുപ്പ് തരും. തുളയ്ക്കകത്ത് കൈയിട്ടാൽ നിന്നെ കൊന്നു തരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറണ്ടിന് അമ്മാച്ചനില്ല. കാലപ്പഴക്കം കൊണ്ട് ബന്ധം സ്ഥാപിക്കാൻ കൊള്ളുകയല്ല കറണ്ടിനോട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ലോ ഇല്ലാതെ കറണ്ടിനോട് അടുത്താൽ ആടി അച്ചട്ട്. ഇച്ചൂടെ അമ്മയും പറ. കറണ്ടിന്റെ പ്രശ്നം, കറണ്ട് എപ്പോഴും ഫ്രണ്ട്ലിയാണ്, പക്ഷെ ലോയിൽ നിന്നേ അതിനോട് അടുക്കാവൂ. പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ ചെന്ന് നേരെ നിന്നു കൊടുത്തു. ആമേ. അനന്യാസിനെ പെട്ടിക്കകത്ത് കയറ്റി അങ്ങോട്ട് വിട്ടപ്പോൾ ആരാണ്ട് പറഞ്ഞു, അമ്മാമ്മേനെ കാണിച്ചിട്ട് വിട്ടാൽ മതിയെന്ന്. അന്നേരം പത്രോസ് പറഞ്ഞു, അമ്മാമ്മ അവിടെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അവിടെ വന്ന് കണ്ടോളൂ. അങ്ങനെ 2 കയറ്റി വിട്ടു. വിടുക. അധ്യായം 7. എനിക്ക് ആ ദൂതിൽ വന്ന്, നമ്മൾ സാധാരണ 9 മണിക്കാണോ നിർത്തുന്നത്? അനണിച്ചാനൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അച്ഛൻ്റെ തല ആട്ടണോ വേണ്ടെന്ന് ആലോചിച്ച് വന്നപ്പോൾ തന്നെ 10 മിനിറ്റായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. 7-ാമത്തെ അധ്യായം. സ്തേഫാനോസ് എന്ന് പറയുന്ന, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഒരു അപാര മനുഷ്യൻ. ആരാണ്ട് പറഞ്ഞു ഒരു പ്രസംഗമേ ഉള്ളൂ. അയ്യോ, ഒരു പ്രസംഗം അല്ലെന്നേ. പുള്ളി 5 നാടിനെ 3 ഭൂഖണ്ഡത്തെ ഇളക്കിയ മനുഷ്യനാണ്. പുസ്തകത്തിൽ വാക്യമുണ്ട്. ഒരു പ്രസംഗം ഇതിനകത്ത് എഴുതിയുള്ളൂ. മതിയല്ലോ, എന്തിനാ ഇതിനും മാത്രം? ഒരു അപാര മനുഷ്യൻ. ഈ മനുഷ്യൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി, ഇയാള് ഈ അഭിഷേകമുള്ള ഒരുത്തൻ ഈ കൊടശനായിട്ട് നിന്നാ പിശാചിന് ഭീഷണിയാണ്. അതുകൊണ്ട് അവനെതിരെ ആയിരിക്കും ഈ പോരാട്ടം മുഴുവൻ. ഹല്ലേലൂയ. അവനെതിരെ ആയിരിക്കും ഈ വെല്ലുവിളി മുഴുവൻ. ഓ ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിയോഗമുള്ള പൗലൂസിനെ പാമ്പ് കൊത്തിയാൽ അത് പാമ്പിന്റെ മരണമാ, പൗലൂസിന്റെ മരണമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിയോഗമുള്ളവനെ കേറി കൊത്തിയാൽ അത് പാമ്പിന്റെ മരണമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. പൗലൂസിന്റെ മരണമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിയോഗമുള്ള പൗലൂസിനെ പാമ്പ് കൊത്തിയാൽ അത് പാമ്പിന്റെ മരണമാ, പൗലൂസിന്റെ മരണമല്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിയോഗമുള്ളവനെ കേറി കൊത്തിയാൽ അത് പാമ്പിന്റെ മരണമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. പൗലൂസിന്റെ മരണമല്ല. നമ്മൾ ഈ ദൂതിന്റെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. അങ്ങനെ ദേശത്തെ ഇളക്കുന്ന ഒരു സ്തേഫാനോസ്. ആമേൻ. ദൈവദാസന്മാരെ സ്തേഫാനോസിനെ പരസ്യമായി കൊണ്ട് നിർത്തുന്നു. സൻഹെദ്രി സംഘം അവനെതിരെ വിധി പറയുക. സൻഹെദ്രി സംഘത്തിന്റെ സിസ്റ്റം നിങ്ങൾക്കറിയാമല്ലോ. 35 35 35 35 30 30 60 5 5 10 70. ഒരാൾ വിധി പറയാൻ നിൽക്കും. അങ്ങനെ 71 പേര്. അവരുടെ കോടതിക്കൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പം നിങ്ങൾ ഇരിക്കുന്നത് പോലെ 35 പേര് ഒരു സൈഡിലിരിക്കും വക്കീലന്മാർ, 35 പേര് വേറെ ഒരു സൈഡിലിരിക്കും വക്കീലന്മാർ. ആമേൻ. വലത്തുഭാഗത്തിരിക്കുന്ന വക്കീലന്മാരുടെ പ്രത്യേകത ഈ പ്രതിക്ക് അനുകൂലമായിട്ട് വാദിക്കണം. കേൾക്കുന്നുണ്ടോ? ഇടത്തുഭാഗത്തിരിക്കുന്നവര് പ്രതിക്ക് വിരോധമായി വാദിക്കണം. നിങ്ങൾ സ്തേഫാനോസിന്റെ ചരിത്രം പഠിക്കണം. സ്തേഫാനോസിന് വിരോധമായിട്ടുള്ള 35 പേര് എഴുന്നേറ്റു. പക്ഷെ വലത്തുഭാഗത്തിരിക്കുന്ന ഓരൊറ്റ വക്കീലന്മാർ എഴുന്നേറ്റില്ല. പക്ഷെ എൻ്റെ പുസ്തകം തെളിച്ചെഴുതി എന്നാണെന്നറിയാമോ? ആമേ. വലത്തുഭാഗത്ത് വേറൊരു വക്കീല് മേളിൽ എഴുന്നേറ്റു. ഇവിടെ ആരിരുന്നാലും നീ പേടിക്കണ്ട, അവിടെ ഒരുത്തൻ എഴുന്നേക്കാൻ. ഒന്ന് കൈ അടിച്ചൊന്ന് ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി
നിന്നെ കുരുക്കാൻ, നിന്നെ കുടുക്കാൻ, നിന്നെ തകർക്കാൻ, നിന്നെ മുടിക്കാൻ, നിന്നെ ഉടയ്ക്കാൻ പിശാചുണ്ടാക്കിയ വെല്ലുവിളികൾക്ക് നടുവിൽ ഒരു വക്കീൽ ഇന്ന് രാത്രി എഴുന്നേൽക്കുകയാ. എനിക്കറിയില്ല, എൻ്റെ അകത്ത് മിന്നൽ പോലൊരു ദൂത് പറയുകയാ, ദേശത്ത് ചിലർക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കാൻ പോകുകയാ. നീ പാർക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത്. ഇനി എനിക്ക് വ്യാഖ്യാനിക്കാൻ മേലാത്തൊരു ഭാഗം ഞാൻ പറയാം. ഇവർ കല്ലെടുക്കുന്നു, ഒരു ദൈവമനുഷ്യനെ എടുത്തെറിയുകയാ. ചെറിയൊരു കല്ലെടുത്ത് ദേഹത്തെറിഞ്ഞാലുള്ള വേദന നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇത് കൂർത്തുമൂർത്ത കല്ലുകൾ കൊണ്ട് ഒരു മനുഷ്യനെ എറിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രത്യേകത കൊച്ചിനെ തന്നെ ഞാൻ കാണിക്കാം. ഒരു മിനിറ്റ് മക്കളെ. ഓ റൈറ്റ്, നിന്റെ ഈ പുറം വേദന പുറം കൊണ്ടൊന്ന് കാണിക്കാവോ? ഒന്നുകൂടെ ചോദിക്കട്ടെ മോനെ, പുറം വേദന പുറം കൊണ്ടൊന്ന് കാണിക്കാവോ? യവന് വേദന ഇല്ലേ? വേണ്ട, ചൂടെ പറയാം. കൊച്ചിന്റെ മുട്ടുവേദന മുട്ടുകൊണ്ടൊന്ന് കാണിച്ചേ. വേദന മറ്റുള്ളവരെ കാണിക്കാൻ ശരീരത്തിലെ ഓരവയവം കൊണ്ടും പറ്റുകയില്ല. വേദന റിഫ്ലക്റ്റ് ചെയ്യുന്നത് മുഖത്ത് മാത്രമാണ്. സന്തോഷം റിഫ്ലക്റ്റ് ചെയ്യുന്നത് പറ മുഖത്ത് മാത്രമാണ്. ഈ സ്തേഫാനോസിന്റെ ദേഹത്തെ കല്ല് കൊള്ളുമ്പോഴും മുഖം പ്രതികരിച്ചത് കല്ലിനോടല്ല, സാന്നിധ്യത്തോടാണ്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നു എനിക്കറിയില്ല. സാഹചര്യങ്ങളോട് പ്രതികരിച്ചാൽ നീ തകരും. ഹല്ലേലൂയ. ഇപ്പോൾ ഞാനും റോഷനും ഡാനിയും കൂടെ ഓടുക, ഓട്ടക്കളത്തിൽ ഓടുക. ഞാൻ ഈ കുമരൻകാരനായതുകൊണ്ട് ശകലം പിരിവിരിപ്പ് കൂടുതലായതുകൊണ്ട് അവന്മാർക്ക് രണ്ടുപേർക്കും എന്നെക്കാ തടിയുള്ളത് കൊണ്ടും ഒരു പക്ഷേ എൻ്റെ ഒപ്പം എത്താതെ പോയപ്പോൾ റോഷൻ പറയുക, ഡാനി സുഭാഷ് പാസ് മുമ്പോട്ട് പോവാ, പുള്ളിനെ പിടിച്ചാൽ കെട്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് റോഷൻ അവിടുന്ന് എന്നെ ഒരൊറ്റ വിളിയാ, സുഭാഷ് കള്ളോന്നൊരു വിളി. കള്ളോന്ന് വിളിച്ച എൻ്റെ ആത്മാഭിമാനത്തെ വന്ന് കുത്തിക്കയറി. ഞാൻ തിരിഞ്ഞു ചോദിച്ചു, നിൻ്റെ എന്നാടാ ഞാൻ കട്ടത് എന്ന് ചോദിച്ച സമയത്ത് ഇവനും ഡാനിയും കൂടെ ഓടി ഫ്രണ്ടിൽ കയറിച്ച് ഇവൻ ഡാനിയോട് പറയാ, പുള്ളി കള്ളല്ലെന്ന് എനിക്കറിയാം, പ്രതികരിച്ചാലേ പുറകെ പോവുള്ളൂ, അതുകൊണ്ടാണ് പ്രതികരിപ്പിച്ചതെന്ന്. നിനക്ക് മനസ്സിലായില്ലല്ലേ? നിന്നെ ഇളക്കാൻ പിശാചുണ്ടാക്കുന്ന സാധനം മുഴുവൻ നിന്നെ പുറകിലാക്കാനാ. നിന്നെ പ്രതികരിപ്പിക്കാൻ നോക്കുന്നത് നിന്നെ പുറകിലാക്കാനാ. പ്രതികരിക്കരുത്, ദൈവം ചെയ്തോളുവെന്നേ. ദൈവം നിന്റെ വക്കീൽ എഴുന്നേക്കും, നിന്റെ വക്കീൽ എഴുന്നേക്കും. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം, നിന്റെ വക്കീൽ എഴുന്നേക്കും. ഹോട്ടെ, ദേഹത്ത് അതൊക്കെ അയ്യോ ഐ കാണ്ട് എക്സ്പ്ലെയിൻ, എങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ആത്മതലവ. ദേഹത്ത് കല്ല് കൊള്ളുമ്പോഴും മുഖം ദൂതനെ പോലെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തോട് പ്രതികരിക്കാത്ത ഒരു ആത്മമണ്ഡലം ഈ മനുഷ്യനുണ്ട്. ഭൗമിക ലോകത്തോട് റിയാക്ട് ചെയ്യാത്ത ഒരാത്മമണ്ഡലം ഈ മനുഷ്യനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ മുഖം ഒന്ന് വാടിക്കാണാൻ. നിങ്ങൾ പറ, ലോകത്തിലെ ആദ്യത്തെ വൈരാഗ്യം ഉണ്ടായത് ബാറിൽ വെച്ചല്ല, ആദ്യത്തെ വൈരാഗ്യം ഉണ്ടായത് യാഗപീഠത്തിന്റെ ചോട്ടി വെച്ചാ. അതൊക്കെ പേടിയോടുകൂടെ വായിക്കേണ്ട ഭാഗമാണ്. ലോകത്തിലെ ആദ്യത്തെ വൈരാഗ്യം ഉണ്ടായത് ബാറിനകത്ത് വെച്ചാണോ? അല്ല, യാഗപീഠത്തിന്റെ ചോട്ടി വെച്ചാ. ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം പ്ലാൻ ചെയ്തത് അവിടെ വെച്ചാ. ഇനി ആരാ കൊലപാതകം ചെയ്തത്? കയീൻ. ആരെയാ കൊന്നത്? ഹാബേലിനെ. എന്റെ ചോദ്യം, ഹാബേലിനെ കൊല്ലാൻ കയീൻ തീരുമാനിച്ചതിന്റെ റീസൺ മുഖം തെളിഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ പന്തളത്തെ സാത്താന്യ ലോകത്തിന് ഏറ്റവും പേടി നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശല്ല, അഭിഷേകത്താൽ നിന്റെ മുഖം തെളിയുന്നതാണ് പ്രശ്നം. ഹല്ലേലൂയ. നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ? അവരുടെ എന്തെങ്കിലും ഇഷ്ടപ്പെടാഴിക ഉണ്ടെങ്കിൽ ഒരുപാട് സാത്താൻ തോണ്ടിയതുപോലെ അവരുടെ മുഖം വല്ലാതിരിക്കുന്നത് കാണാം. സ്തേഫാനോസിന്റെ പ്രത്യേകത, അവൻ ഭൗമിക ലോകത്തോട് റിയാക്ട് ചെയ്യേല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പോട്ടെ, ഞാൻ സ്തേഫാനോസിനെ മനഃപൂർവ്വമേ വിടുകയാണ്. അധ്യായം 9 പ്രൗഢഗംഭീരമായ 3 മിഷണറി യാത്ര നടത്തിയ ഏഷ്യാമനെ പിടിച്ചു കുലുക്കിയ ഒരു അസാമാന്യനായ ദൈവത്തിൻ്റെ മനുഷ്യൻ. ആമേ. എൻസൈക്ലോപീഡിയ പറയുന്നു, വിസിലടിച്ച് ശ്വാസം വലിക്കുന്നവനാ പൗലോസ്. വട്ടക്കാലുള്ളവനാ, ശ്വാസം മുട്ടലുള്ള ആളാ. പക്ഷേ ഐസ് ക്യൂബ് കിടക്കുന്ന വെള്ളത്തിൽ 2 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് 3-ാം ദിവസം പ്രസംഗിച്ചു. അടിച്ചേച്ച് ചത്തെന്ന് പറഞ്ഞ് കുഴിയിലിട്ടേച്ച് വന്ന് പിറ്റേ ദിവസം രാവിലെ കണ്ടാൽ തിരിച്ചറിയാവുന്ന 15 പേരുടെ പേര് കേസെടുത്തുന്നില്ല. ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടെ നാം ദൈവരാജ്യത്തിൽ കിടക്കേണ്ടവരാകുന്നു. കണ്ടോ, അത് വേറൊരു മണ്ഡലത്തിൽ. ഇനി ഫിലിപ്പോസിലേക്ക് ഞാൻ വന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഫിലിപ്പോസിനെ കുറിച്ച് 2 ഭാഗങ്ങളാണ്. ഒന്ന് ആത്മനിറവ്. എന്നോട് കൂടെ ഉണ്ടോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? ഒന്ന് ആത്മനിറവ്, 2 നല്ല സാക്ഷ്യം. ഒന്നുകൂടെ പറയാം. 1 ആത്മനിറവ്, 2 നല്ല സാക്ഷ്യം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ 2 യോഗ്യത, 1 സാക്ഷ്യമാണ്, ബാക്കി 2 ആത്മാവിൻ്റെ നിറവാണ്. ഫിലിപ്പോസിന് ആത്മനിറവുണ്ട്. ആമേ. പത്രോസ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മേശമേലുള്ള ശുശ്രൂഷ ചെയ്യുക, ഞാൻ പ്രാർത്ഥനയിലിരിക്കാം. ഞാൻ ദൈവമക്കളോട് പറയുന്നു, തിരക്ക് പിശാചിന്റെ വലിയ തന്ത്രമാണ്. പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ, ആരാധിക്കാൻ സമയം കിട്ടാതെ, ഉപവസിക്കാൻ സമയം കിട്ടാതെ ഓടിയാൽ നീ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കയറും. തിരക്ക് പിശാചിന്റെ തന്ത്രമാണ്. ദൈവത്തിന്റെ കാര്യം മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാവൂ. എത്ര പേര് കരമുയർത്തി ഹല്ലേലൂയ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ദീർഘനാളുകൾ നിന്ന് മിനിസ്ട്രി ചെയ്ത, ലോങ് ടൈം മിനിസ്ട്രി ചെയ്ത ദൈവദാസന്മാരോട് നിങ്ങൾ സംസാരിക്കൂ. അവരോട് ചോദിക്കുക, ഈ ദീർഘകാല മൈലേജിന്റെ കാരണം എന്താണ്? അവർ പറയും 3 കാരണങ്ങൾ. 1 പ്രയർ, 2 പ്രയർ, 3 പ്രയർ. നിങ്ങൾ കേട്ടില്ല? എഴുതിയെടുക്കാൻ വേണ്ടി ചിലർ പേന എടുക്കുന്നത് ഞാൻ കണ്ടു. എഴുതിക്കോ. 1 പ്രയർ, 2ാമത്തെ കാരണം അത് പ്രയർ, 3ാമത്തെ കാരണം അതും പ്രയർ. ഹല്ലേലൂയ. കണ്ടോ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവൻ ലോകത്തിനു മുമ്പിൽ മുട്ടുമടക്കുകയില്ല. പോട്ടെ, ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ മേശമേൽ ശുശ്രൂഷിക്ക്. മേശമേൽ ശുശ്രൂഷിക്കൽ ബിരിയാണി വിളമ്പലല്ല, കണക്കെഴുത്തലാണ്. ആമേ. ഫിലിപ്പോസിനെ പത്രോസ് ഇരുത്തിയത് മേശയുടെ ചോട്ടില്ല, എന്നാൽ ആത്മാവ് നിർത്തിയത് ശമര്യയിലാണ്. എഴുതി വെച്ചോ, മനുഷ്യൻ ഇരുത്തുന്നിടത്ത് ഇരിക്കരുത്, ആത്മാവ് നിർത്തുന്നിടത്ത് നിൽക്കട്ടെ. ഇത് പോരാ, somebody, ഇത് പോരാ. മനുഷ്യർ ഇരുത്തുന്നിടത്ത് ഇരിക്കരുത്, ആത്മാവ് നിർത്തുന്നിടത്ത് ഒരു തലമുറ നിൽക്കട്ടെ. ഫിലിപ്പോസ് ശമരിയെ പോയി നിൽക്കുക. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനാ. ആമേൻ. ഫിലിപ്പോസ് ശമരിയെ ഇളക്കുക. എന്താ ശമരിയുടെ പ്രത്യേകത? ദുരാത്മബന്ധിതമായൊരു പട്ടണം. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അമ്മ. പൈശാചിക ഇരുട്ടടികൾ വാഴുന്നൊരു പട്ടണം. അമ്മ. മന്ത്രവാദ പുസ്തകങ്ങൾ അട്ടിയടുക്കിയിരിക്കുന്ന, ആമേൻ, കാളയെ സേവിക്കുന്ന ഒരു പട്ടണം. ആ പട്ടണത്തിനകത്ത് ഫിലിപ്പോസ് യേശുവിനെ കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം, പട്ടണത്തിൽ സന്തോഷമുണ്ടായെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആമേൻ. സ്പിരിറ്റ് ഓഫ് ഫിയർ, ആമേൻ, സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ, സ്പിരിറ്റ് ഓഫ് ആൻസൈറ്റി. ചിരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആളുകൾ. നിങ്ങൾ ചില സഭയിലൊക്കെ ചെന്നേച്ച് അവിടുത്തെ ആളുകളെ നോക്കിയാൽ നമ്മൾ തന്നെ പേടിച്ചു. എന്തൊരു വെപ്രാളത്തിലാണ് ഇതെല്ലാം കൂടി ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവം കൂടി വയ്ക്കുന്നു, ദൈവസന്നിധിയിലെങ്കിലും നിങ്ങൾ വന്ന് പ്ലസന്റ് ആയിട്ടിരിക്കണ്ടേ. രാജകൊട്ടാരത്തിൽ വാടിയ മുഖം കാണിക്കാൻ അനുവാദം ഇല്ലല്ലോ. ദൈവസന്നിധിയിലെങ്കിലും ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണ്ടേ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ. ഫിലിപ്പോസ് യേശുവിനെ കൊടുത്തപ്പോൾ പട്ടണത്തിന്റെ മുഖം തെളിഞ്ഞു. ഇന്ന് രാത്രി എനിക്ക് ഇവിടെ നിന്ന് പ്രവചിക്കാൻ ഒരു ദൂതുണ്ട്. ആമേ. ആരെന്ത് പറഞ്ഞാലും ഈ ദേശത്തിന്റെ മുഖം തെളിയാൻ പോയാ. ആമേ. ഒതുക്കി വെച്ച ദൈവിക പദ്ധതികളെ സ്വർഗം സഭകളിൽ വെളിപ്പെടുത്തട്ടെ. ആമേ. സഭ ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ. ദേശത്തിന്റെ മുഖം തെളിയാൻ പോകുകയാണ്. ഓട്ടെ. ആമേൻ. ഫിലിപ്പോസ് യേശുവിനെ കൊടുത്തു, മുഖം തെളിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. എന്നോട് കൂടെ നിൽക്കാമോ? ശകലം നേരം എൻ്റെ കൂടെ വാ. തിമോത്തി കൂടെ വാ, എൻ്റെ കൂടെ വാ. ഫോളോ മീ. 162 കിലോമീറ്റർ. പിന്നെ എർത്തുണ്ടല്ലോ, താഴോട്ടിറങ്ങാലോ, കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഞാൻ ആത്മാവിലാകരുത്. ആമേൻ. 162 കിലോമീറ്റർ എൻ്റെ പുറകെ വരണം.
പിന്നെ ഞാൻ അങ്ങനെ പലയിടത്തും ആത്മാവിലായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. 162 കിലോമീറ്റർ നീ ഫോളോ മീ, എൻ്റെ കൂടെ വരണം. ഏതിലേക്കൂടെ വരണം? മരുഭൂ പാമ്പുകൾ മണ്ണിൽ ഒളിച്ചു കിടക്കുന്ന, വാല് വളച്ച് തേളുകൾ കുത്തുന്ന ഒരു മണ്ണിലൂടെ നീ എൻ്റെ പുറകെ വരണം. ആൾക്കൂട്ടത്തിന് നടുവിൽ നിന്ന് ഒറ്റപ്പെട്ടൊരു സ്ഥലത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഫിലിപ്പോസിന് പരാതിയില്ല. കാര്യം എന്നറിയോ? വിളിച്ച ആളെ കുറിച്ചുള്ള ബോധം. ഹല്ലേലൂയ. വിളിച്ച ആളെ കുറിച്ചുള്ള ഈ മനുഷ്യന്റെ റെവലേഷൻ കൂടെ വരണേ. ആമേ. ഫിലിപ്പോസ് ആമേ ദൈവാത്മാവിന്റെ പുറകെ ഇങ്ങനെ അങ്ങ് പോവുക, ദൈവാത്മാവിന്റെ പുറകെ പോവുക. ഒന്നുകൂടെ ഞാൻ പറയാം, ലാഭം നോക്കാതെ ആത്മാവിന്റെ പുറകെ നടക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുമെന്ന്. ആമേ. ഒരു യോഗം കഴിഞ്ഞാൽ എത്ര രൂപ സ്തോത്ര കാഴ്ച കിട്ടുമെന്ന് വെപ്രാളം പിടിക്കാത്ത ആത്മാവിന്റെ ഞാൻ ആ വാക്കൊന്നൂടെ പറയുന്നു. ഇതിനകത്തെ ബിസിനസ്സുകൾ തകരാൻ പോകുകയാ. ആമേ. ദൈവത്തിന്റെ പേരിൽ നടക്കുന്ന ഹല്ലേലൂയ. എനിക്ക് വെട്ടിപ്പിടിക്കണമെന്ന് പറയുന്ന, എനിക്ക് കെട്ടിക്കൂട്ടണമെന്ന് പറയുന്ന, എനിക്ക് വാരിക്കോരണമെന്ന് പറയുന്ന ഒരു തലമുറയല്ല. ലാഭേച്ഛയില്ലാതെ ആത്മാവിന്റെ പുറകെ ഹല്ലേലൂയ. അമ്മേ, ഞങ്ങളുടെ വണ്ടി ഇവിടുന്ന് അവിടം വരെ ഓടണ്ടേ? വിഷയമല്ല. അമ്മേ, വണ്ടി ഓടിക്കാൻ ഒരു ചെറുക്കനും കൂടെ വരുന്നുണ്ട്. വിഷയമല്ല. അമ്മേ, ഞാൻ അവിടെ വന്നാൽ എത്ര മണിക്കൂർ പ്രസംഗിക്കേണ്ടി വരും? വിഷയമല്ല. അവിടെ ഞാൻ എത്ര ദിവസം താമസിക്കേണ്ടി വരും? വിഷയമല്ല. എൻ്റെ താമസ സ്ഥലം എവിടെയാ? വിഷയമല്ല. നമ്മൾ പറയുന്ന ഒരു 5 സ്റ്റാർ ടെക്നോളജിയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഒരു ദൈവമനുഷ്യൻ പുറകെ നടക്കുക. ഞാൻ നിന്റെ കൂടെ വരാം. എനിക്കൊരു ദൂത് കർത്താവ് തരുന്നുണ്ട് മക്കളെ. ഞാൻ ആ ദൂത് ഇങ്ങനെ പറയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ അവിടെ ചീട്ടിടുന്ന കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആർക്ക് പകരം? പറ. കൂടെ വാ, പ്രാർത്ഥിച്ചോണ്ട് വാ. യൂദായ്ക്ക് പകരം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ. നമ്മൾ ആ വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? ആ വാക്യം മാത്രം ഒന്ന് വായിക്കാമോ? 21-ാമത്തെ വാക്യം മുതൽ ഞാനൊന്ന് വായിച്ചേൽപ്പിക്കണം. ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തല്ല, ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോട് കൂടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമായി തീരണം. ഒന്നുകൂടെ ഞാൻ പറയാം. ആമേൻ. ദൈവ സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തല്ല, ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാർ. മക്കളെ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. യേശുവിന്റെ ശിഷ്യന്മാര് 12 പേരാ. റൈറ്റ്. ഇവര് ഗലീല കടൽ ക്രോസ് ചെയ്തപ്പോ വള്ളത്തിൽ ഈ 12 പേരേ ഉള്ളൂ. ശരിയല്ലേ പാസ്റ്ററെ? ആമേൻ. 8 കിലോമീറ്റർ വീതിയുണ്ട്, 28 കിലോമീറ്റർ നീളമുണ്ട് ഗലീല കടലിന്. പക്ഷേ ഇവിടെ പുസ്തകം പറയുന്നു, ആമേ, ആ നാൾ മുതൽ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചു പോകുന്ന പുരുഷന്മാർ എന്ന് പറഞ്ഞ വള്ളത്തെ കയറ്റിയില്ലെങ്കിൽ 28 കിലോമീറ്റർ ഓടി ചെല്ലുന്നവരുണ്ടായിരുന്നെന്ന്. മനസ്സിലായവര് മാത്രം ആമേൻ പറഞ്ഞാൽ മതി. വള്ളത്തെ കയറ്റിയില്ലേലും ഓടി ചെല്ലുന്ന ചിലരുണ്ടായിരുന്നു. എഴുതി വെച്ചോ, അവരുടെ സീസൺ വരാൻ പോകയാ. അമ്മ പുറകെ. Come on. ആരും അറിയാതെ ദൈവ സാന്നിധ്യത്തിന്റെ വണ്ടിക്കൂലി നോക്കാതെ, അലച്ചിൽ നോക്കാതെ, എവിടെയെങ്കിലും ഒരു യോഗം ഉണ്ടെന്ന് കേട്ടാൽ എല്ലാം മറന്ന് പുറകെ ഓടുന്ന ഒരു തലമുറയുണ്ട്. യോഗം ഉണ്ടെന്ന് കേട്ടാൽ ചെതൽപ്പുറ്റ് പോലെ പെരക്കത്തിരിക്കുന്ന അഭിനയിക്കുന്ന ആത്മീകരല്ല, പുറകെ ഓടുന്ന ഒരു തലമുറയുണ്ട്. അവരുടെ സീസൺ വരാൻ പോകയാ. അവരുടെ ടൈം. ഒന്ന് കൈയടിച്ച് ആരാധിക്കാമോ? അവരുടെ നേരെ ദൈവത്തിന്റെ ചീട്ട്. എനിക്ക്
എനിക്കറിയില്ല. ഞാനിവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ പ്രവചിക്കുകയാണ്. മക്കളെ, ചീട്ട് വീഴാൻ പോകയാ. ആമേ, ഒരു തലമുറയുടെ ആ സ്വർഗീയ ചീട്ട് ഒരു തലമുറയുടെ മേൽ സ്വർഗീയ ചീട്ട്. ദുരാത്മമണ്ഡലങ്ങളെ ബ്രേക്ക് ചെയ്യാ, ഇവിടുത്തെ പാതാള ശക്തികളെ ബ്രോക്കൺ ചെയ്യാ. ആമേ, പുറകെ ഓടിയ, പുറകെ ഓടിയ ഒരു തലമുറ. ഫിലിപ്പോസേ, പുറകെ നടക്കുന്നവന്റെ സീസൺ വരാൻ പോവാ. നിങ്ങൾ നോക്ക്, നിങ്ങൾ സഭയുടെ ചരിത്രം നോക്ക്. അന്ന് വരെ സഭാ ചരിത്രത്തിൽ ആളുകൾ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫിലിപ്പോസിന്റെ കൈ കിട്ടിയതുപോലൊരു ബിഗ് ഷോട്ട് കയറി വീണിട്ടില്ല. ഈ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം, നിങ്ങളിൽ ഒരാളെങ്കിലും ഒരു മന്ത്രിയെ സ്നാനപ്പെടുത്തിയിട്ടേ മരിക്കാവൂ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? പുറകെ നടന്ന ഫിലിപ്പോസിന് നേരെ വരിക. നിങ്ങൾ എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. കുറെ നാളൊരു സഭയെ ശിശുപിടിച്ചിട്ട് ആത്മാക്കൾ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെടുന്നത് എങ്ങനെയാ? സെക്രട്ടറിയുടെ 2 കൊച്ചിനെയും ഖജാഞ്ചിയുടെ 1 കൊച്ചിനെയും കൂടെ പിടിച്ച് മുക്കി വെച്ച് രക്ഷപ്പെടും. ഞാൻ അതിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. റോട്ടിലിട്ട് മന്ത്രിയെ പിടിക്കുന്ന ഒരു അഭിഷേകം. അത് ഓരോ കരങ്ങളിൽ അത് സംഭവിക്കട്ടെ. നമ്മുടെ കരങ്ങളിൽ അത് നടക്കട്ടെ. അതൊന്ന് റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ച് നിന്റെ കയ്യിൽ, നിങ്ങളുടെ കരങ്ങളിൽ അത് നടക്കട്ടെ. നിങ്ങളുടെ നിങ്ങൾക്കറിയില്ല, ഞാൻ വിശ്വസിക്കുന്നു അത് ഈ പന്തളത്ത് നടക്കും. എനിക്ക് 100% ഉറപ്പുണ്ട്. ജാക്സൺ ഉപവാസം ഇരിക്കുന്നത് ഇതുപോലത്തെ 3 ബോക്സും കൂടെ മേടിക്കാനല്ല. ജാക്സൺ ഉപവാസം ഇരിക്കുന്നത് ഇതുപോലത്തെ ഒരു കെട്ടിടം കൂടെ ഉണ്ടാക്കാനല്ല. എനിക്ക് അവനെ നന്നായി അറിയാം, 100% അറിയാം. എൻ്റെ ഉള്ളിൽ ഞാൻ അയാളോട് ചോദിച്ചില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, അദ്ദേഹത്തിന്റെ ഉപവാസത്തിന്റെ ഒരു വിഷയം പന്തളത്തിന്റെ ഉണർവാ. മോനെ, ചെറിയ കാര്യമല്ല. ദൈവദാസന്മാരെ, ചെറിയ കാര്യമാണോ? ഇവിടെ അഭിഷേകത്തിന് വേണ്ടി നിന്ന് പലതിനെ കൊന്നുകൂട്ടിയില്ലേ പിശാച്? പല സഭകളെ 40 കഷണമാക്കി ചിതറിച്ചില്ലേ? പൈശാചിക ലോകം ഇവിടെ ശക്തമാണ്. പക്ഷേ ഇത് ഫിലിപ്പോസിന്റെ സീസണാ. എന്റെ വായിൽ ഹോളി സ്പിരിറ്റ് ഒരു വാക്ക് തരുന്നു. ചരിത്രത്തിന് അടിവരയിടാനല്ല നിന്നെ വിളിച്ചത്, ചരിത്രത്തെ പൊളിക്കാൻ. ചരിത്രത്തെ പൊളിക്കാൻ. ഞാന് ഇന്നലെ രാത്രി പ്രസംഗിച്ചൊരു ദൂത് ഞാൻ പറയാം. എന്നെ വല്ലാതെ ബാധിച്ചൊരു ദൂതാണ്. ഒരമ്മ വഴിവെക്കിൽ വെച്ച് കൊച്ചിനെ പ്രസവിക്കുന്നു പാസ്റ്റർ. പാൽക്കുടങ്ങളിൽ ചുരത്തി പാല് കൊടുക്കാൻ കഴിയാതെ ഒരമ്മ വഴിവെക്കിൽ വെച്ച് ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ട് അപ്പന്റെ പരുക്കൻ കയ്യിലോട്ട് ആ കൊച്ചിന് പേരിട്ടാ കൊടുത്തത്. എന്നാ പേരെന്നറിയാമോ? ബെനോനി എന്ന്. എന്താ പേരിട്ട് കൊടുത്തത്? പറമക്കളെ, ബെനോനി എന്ന്. എൻ്റെ ഭാഷയെ പറഞ്ഞ മരിക്കുന്നതിന് മുമ്പ് മോന് കൊടുത്തൊരു ഗിഫ്റ്റാ, നീ വേദനയുടെ മോനാന്ന്. മക്കളെ, നാട്ടുകാരെല്ലാം പറയത്തില്ലേ, അവൻ്റെ അമ്മ അവന് മരിക്കുന്നതിന് മുമ്പിട്ട പേരല്ലേ, അവൻ ചാകുന്നവരെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്യല്ലേ. എന്നാൽ വെളിപ്പാടുള്ള ഒരു അപ്പൻ അപ്പുറം നിൽപ്പുണ്ടായിരുന്നു. അപ്പൻ അവിടെ നിന്നുകൊണ്ട് ആ പേരിനെ ക്യാൻസൽ ചെയ്ത്. നോ, അവൻ ബെനോനി അല്ല, അവൻ ബെന്യാമീനാ.
പിശാച് ഇട്ടുവെച്ചതിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. നീ വേദനയല്ല, നിങ്ങൾ വേദനയല്ല, നിങ്ങൾ വേദന. ഒന്ന് അന്യഭാഷ പറഞ്ഞേ. നിന്റെ കൊച്ചിനെ തകർക്കുമെന്ന് പൈശാചിക ലോകം പറയുമ്പോൾ, നിന്റെ കൊച്ചിനെ മുടിക്കുമെന്ന് പൈശാചിക ലോകം പറയുമ്പോൾ, ഇന്ന് പകൽക്കാല അഭിഷേകമുള്ള എത്ര ദൈവദാസന്മാരുണ്ട് അതിനെ ക്യാൻസൽ ചെയ്തിട്ട് അവൻ ബെന്യാമീനാന്ന് പറയാൻ. നിനക്ക് കേൾക്കണോ? നിങ്ങൾക്ക് കേൾക്കണോ ഡാനി? ആ ക്യാൻസലേഷന്റെ പ്രത്യേകത കേൾക്കണോ? അമ്മ ബെനോനിയ എന്ന് പറഞ്ഞ് കൈലോട്ട് കൊടുത്തപ്പോ ഈ 2.25 കിലോയുള്ള കീകി എന്ന് കരയുന്ന ചോരമണക്കുന്ന മാംസ പിണ്ഡത്തെ നോക്കി അപ്പ പറഞ്ഞു, നോ, നീ ബെന്യാമീനാ. ബെന്യാമിന്റെ കുലത്തിൽ രാജാവില്ല, എന്നിട്ട് പോലും ഒന്നാമത്തെ രാജാവ് ശൗല. നീ ചിലതിനെ ക്യാൻസൽ ചെയ്ത നിന്റെ തലമുറ അടുത്ത ലെവലിൽ കയറും. നാട്ടുകാരെല്ലാം പറഞ്ഞു അവൻ ബെനോനിയാന്ന്. അവൻ അല്ല, യാക്കോബ് പറഞ്ഞു അവൻ ഇസ്രായേലിലെ രാജാവാ. ഒന്ന് കൈയടിച്ച് ആരാധിക്ക, വെറുതെ ഇരിക്കാതെ. അവൻ രാജാവാ, അവൻ അടിമയല്ല. ആരുടെയോ ചരിത്രം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തിരിച്ചിടുകയാ.